പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാനായിരിക്കുന്ന സ്ഥലത്ത് 3:30 നിങ്ങളായിരിക്കുന്നിടത്ത് 6 മണിയാകുന്നു. നിങ്ങളോട് ഒരുമിച്ച് വീണ്ടും ആയിരിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. ഞാൻ കരുതി ബീനാൻറ്റി എന്നെ മറന്നു കാണുമെന്നൊക്കെ കരുതി, പക്ഷെ മറന്നിട്ടില്ല. ആമേൻ. പ്രാർത്ഥനയിൽ എപ്പോഴും നിങ്ങളെ ഓർക്കാൻ കർത്താവ് കൃപ നൽകുന്നു. നമുക്ക് സന്തോഷത്തോടെ ഇന്നത്തെ പ്രഭാതത്തിൽ ദൈവസന്നിധിയിലായിരിക്കാം. വളരെ ഈ നാളുകളിൽ നമ്മളെക്കുറിച്ച് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുകയും മനസ്സിലാക്കുന്ന നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ഏറെ പ്രാധാന്യം കൊടുക്കേണ്ട വസ്തുത, അല്ലെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല മീഡിയ അല്ലെങ്കിൽ കണ്ണാടി എന്ന് പറയുന്ന ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ലോകത്തിന്റെ വെളിച്ചം ആണ്. വെളിച്ചം, വചനത്തെ വെളിച്ചമായിട്ടാണ് വേദപുസ്തകം പാല് പറയുന്നുണ്ട്. പല കാര്യങ്ങളെ തീ കൊണ്ട് ഉപമിക്കുന്നുണ്ട്. പക്ഷെ വചനമാണ് വെളിച്ചം, വചനമാണ് കർത്താവ്. ആ വെളിച്ചം നമ്മളിൽ എത്രത്തോളം ആഴമായി അത് വ്യാപരിക്കുന്നുണ്ടോ അത് നമുക്ക് വലിയ അനുഗ്രഹമായിരിക്കും. പ്രത്യേകിച്ച് ഈ സൂം മീറ്റിങ്ങിൽ ഫ്ലാറ്റ് റൂമിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, വിശേഷാൽ ബീനാൻറ്റി, അജിൻചാൻ, എല്ലാവർക്കും വന്ദനം പറയുന്നു. എന്നെ നിങ്ങൾ മറന്നു കാണത്തില്ല. എനിക്ക് തോന്നുന്നു ഏറെ കൂടുതൽ ഞാനായിരിക്കും ചിലപ്പോൾ ഈ സൂം മീറ്റിങ്ങിൽ നിങ്ങളുടെ കൂടെ വചനം പങ്കിടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അത്രമാത്രം നമുക്ക് പഴക്കവും തഴക്കവും ഒക്കെ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നു. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ എൻ്റെ കൂടെ ആയിരിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ പലരുടെയും ലൈഫ് എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് എല്ലാ വിഭാഗങ്ങളും, കത്തോലിക്ക, യാക്കോബ, മർത്തോമ, CSI, ഇവാഞ്ചലിക്കൽ, പെന്തക്കോസ്ത് സമൂഹങ്ങളിൽ എല്ലാവരും നമ്മൾ വളരെയേറെ കാര്യങ്ങൾ കേട്ടു പോകുന്നവരാണ്, കേട്ട് പ്രാപിക്കുന്നവരാണ്. കേട്ട് നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് നമുക്ക് സ്വർഗത്തിൽ എന്ത് ചെയ്യണം? പോകണം. ആമേൻ. സ്വർഗത്തിൽ എന്ത് ചെയ്യണം? പോകണം. എല്ലാവരുടെയും ലക്ഷ്യം എന്താ? സ്വർഗത്തിൽ പോകണം. പക്ഷേ നാം ഇന്നായിരിക്കുന്ന നമുക്ക് ലഭിക്കപ്പെട്ട തിരുവചനങ്ങളിൽ നമ്മൾ അന്വേഷിച്ചാൽ നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു, നമ്മൾ എവിടെ ആയിരിക്കുന്നു, ഞാൻ ആരായിരിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ബോധ്യത വളരെ കുറവാണെന്നാണ് എൻ്റെ ആമേൻ. ഞാൻ പലരുമായിട്ട് ഇപ്പൊ നമ്മൾ ഒത്തിരി സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ഒത്തിരി സഭകളിലൂടെ യാത്ര ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, നമ്മൾ എന്തുവാ, നമ്മൾ എങ്ങനെയാ, നമ്മൾ ആരായിരിക്കുന്നു, നമ്മൾ എവിടെ ആയിരിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ബോധ്യത എത്രമാത്രം ഉണ്ട് എന്ന് നിങ്ങൾ വിലയിരുത്തണം. ആമേൻ. കാരണം വേദപുസ്തകം നമ്മളെ വ്യക്തമായി പറയുന്നു. ഒരു വാക്യം ഗലാത്യ ലേഖനം ഒരു വാക്യത്തിൽ 4-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുകയാണ്, അവകാശി, 4-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, അവകാശി സർവത്തിനും യജമാനൻ. അവകാശി സകലത്തിലും യജമാനൻ. അപ്പൊ അവകാശി എന്ന് പറയുമ്പോൾ തന്നെ 3:29 കൂടെ ചേർത്ത് നമ്മൾ അതിന്റെ കൂടെ ചിന്തിക്കണം. ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. അപ്പൊ ആ വാക്യം നിങ്ങൾ ഞാൻ പണ്ട് ഓർപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ഒരു സഹായകനെയും ഒരു സംരക്ഷകനെയും
നമ്മളോട് എപ്പോഴും ഞാൻ നിന്നെ കരുതും, ഞാൻ നിന്നെ കാക്കുന്ന ദൈവം, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഒത്തിരി ഇടങ്ങളിൽ പഴയ നിയമത്തിന്റെ ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം മുതൽ അത് ഏറെ കൂടുതൽ കാണുന്നത് പുറപ്പാട് പുസ്തകം. മനസ്സിലായോ? കാരണം അവരൊക്കെ അന്ന് പാർത്ത ജാതികളുമായിട്ട് അവർക്ക് യുദ്ധമുണ്ടായിരുന്നത് കൊണ്ട് അവരാരും നമ്മൾ ഈ പ്രാപിച്ച ആത്മാവിനെയോ നമ്മുടെ ഇന്ന് നമുക്ക് ലഭിക്കപ്പെട്ട അനുഗ്രഹത്തെയോ അവകാശത്തെയോ ഇതൊന്നും പ്രാപിക്കാത്ത ഒരു ജനമാണ്. ദൈവം അവരെ തെരഞ്ഞെടുത്തെങ്കിലും അവരുടെ ഉള്ളിലൊന്നും എന്തായില്ലായിരുന്നു, പരിശുദ്ധാത്മാവിന്റെ വ്യാപാരമോ ദൈവത്തെ അവർ മുഖാമുഖമായി കാണുകയോ ചെയ്തിട്ടില്ല. മോശ പോലും ദൈവത്തെ ഒരു നാളും കണ്ടിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കപ്പെടണം. എന്നാ അപ്പൊ തന്നെ നിങ്ങൾ നോക്കി, ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നോ? ഉണ്ട്. പകൽ മേഘം, രാത്രി അഗ്നിസ്തംഭം, ഇതൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോ പഴയ നിയമത്തെ നമ്മൾ ശ്രദ്ധിക്കപ്പെടുമ്പോൾ അവരോട് പറയുകയാണ്, ഞാൻ നിന്നെ കരുതും, ഞാൻ നിന്നെ കാക്കും, നീ എൻ്റെ മകനാണ്. ഇതൊക്കെ പറയുമ്പോൾ ഇത് നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിൽ ഈ ജാതികളെ പോലെ തന്നെ ആയിപ്പോയി. നമുക്ക് കരുതുന്ന ഒരു ദൈവത്തെ അത്യാവശ്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ സ്ഥലം തരുന്ന, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ ഭവനം തരുന്ന, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ എന്ത് ചെയ്യുന്ന, ശത്രുവിനെ തകർക്കുന്ന. ചിലർ പ്രാർത്ഥിക്കാറില്ല, കർത്താവേ എൻ്റെ നീതിയെ വെളിപ്പെടുത്തണമേ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? മറ്റോ ഞാൻ ചെയ്തത് നല്ലതെന്നും അവൻ ചെയ്തത് തെറ്റാണെന്നും എന്ത് ചെയ്യണം? അതിനെന്ത് ചെയ്യണം? ദൈവം അവനിട്ട് ഒരടി കൊടുക്കണം. കർത്താവേ അച്ചായനോട് സംസാരിക്കണം. ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് പഴയ നിയമത്തിലെ അനേക സംഭവങ്ങളും വചനങ്ങളുമാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു താൻ ഒരു രാജ്യം സ്ഥാപിച്ച കാര്യം നിങ്ങൾ എത്ര പേർ നിങ്ങളുടെ ചിന്തയിൽ വന്നിട്ടുണ്ട്? കർത്താവായ യേശു ക്രിസ്തു ഒരു രാജ്യം സ്ഥാപിച്ചു. ആ രാജ്യം കാണുന്നതല്ല, ആ രാജ്യം ലൗകികമല്ല, ആ രാജ്യം ആമേൻ ഒരു കണ്ണിനും കാണാൻ കഴിയാത്തതും ആ രാജ്യത്തിന്റെ നായകൻ കർത്താവാണ്. ആ കർത്താവ് വസിക്കുന്ന ഭവനം എന്ന് പറയുന്നത് നാം ഓരോരുത്തരുമാണ്. എത്ര പേർ തിരിച്ചറിയുന്നു? പ്രായമായോ ഇല്ലയോ എന്നുള്ളതല്ല. കർത്താവ് ഇനിയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനം ഒരുക്കാൻ പോവാ. എങ്ങോട്ടാ പോയെ? ക്രൂശിലോട്ടാ കർത്താവ് പോയെ. ഈ സർവ്വലോകത്തെയും വാക്കിനാൽ ഉളവാക്കി ദൈവത്തിന് നമ്മുടെക്ക് വേണ്ടി ഒരു വീട് സ്വർഗത്തിൽ ഒരുക്കാൻ ഒരു സെക്കൻഡ് മതി, ഒറ്റ വാക്ക്. പക്ഷേ അവൻ ക്രൂശിൽ ഒരുക്കിയ ഭവനമാണ് നാം ഓരോരുത്തരും. ആ ഭവനത്തിന്റെ പണി ഇതുവരെയും പൂർത്തീകരിച്ചിട്ടില്ല. നാം ആണ് ദൈവത്തിന്റെ ഭവനം. നാം ആണ് പിതാവിന്, കണ്ടോ, ആത്മാവാകുന്ന ദൈവം ആത്മാവാകുന്നു. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവ് വസിക്കുന്നിടത്ത് കണ്ടോ വസിക്കുന്നു. അത് നാം ആണ്. നമ്മയാണ് അവൻ പണിതത്, നമ്മിൽ വസിക്കാനാണ് അവൻ ആഗ്രഹിച്ചത്. പക്ഷേ ഈ വാസം പഴയ നിയമത്തിൽ ഇല്ലായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? പഴയ നിയമത്തിൽ ഈ വാസം നമുക്ക് കാണാൻ കഴിയത്തില്ല. അവർക്ക് മേഘസ്തംഭമുണ്ട്, അഗ്നിസ്തംഭമുണ്ട്, കൂരിൽ ഇറങ്ങി തീ, ഇതൊക്കെ കണ്ടു. പക്ഷെ അവരാരും ദൈവത്തിന്റെ മുഖം ദർശിച്ചിട്ടില്ല. അവരുടെ ഉള്ളിലൊന്നും ഒരു പുതിയ ഹൃദയം ഉണ്ടായിട്ടില്ല. അവരുടെ ഉള്ളിലൊന്നും നമ്മൾ നീ അനുഭവിക്കുന്ന ആത്മസന്തോഷം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാ മോശ ഒരിക്കൽ യോശുവയോട് പറഞ്ഞത്, യോശുവയെ, ഇസ്രായേൽ ജനം മുഴുവനും ആത്മാവിൽ നിറഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. ഇസ്രായേൽ ജനം മുഴുവനും ആത്മാവിൽ പ്രവചിച്ചെങ്കിൽ കൊള്ളായിരുന്നു. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കൃത്യമായി കണ്ടോ ഓർപ്പിക്കുന്ന ഒരു കാര്യം. ആമേൻ. ഇത് അപ്പൊ എല്ലാവരും ആത്മാവിൽ നിറഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. ആ
ആത്മീയ വെളിപ്പാട് നീതിമാന്മാരായ പ്രവാചകന്മാർ പ്രവചിച്ചു വെച്ചത് കണ്ടോ? യെഹെസ്കേലും ജെരമ്യാവും പറയുക, ഞാന് ആമേൻ പണ്ട് അരുളി ചെയ്തതുപോലെ അല്ല, കൽപ്പലകയിലല്ല ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഞാൻ ഉണ്ടാക്കുവാനുള്ള ജാതി അവരൊരു പുതിയ ഹൃദയമുള്ളവരായിരിക്കും. എൻ്റെ ആത്മാവിൽ ഞാൻ അവരുടെ ഉള്ളിൽ വസിക്കും. എൻ്റെ പ്രമാണത്തെ ഞാൻ അവരുടെ ഹൃദയത്തിൽ എഴുതും. അവർക്ക് മാംസളമായുള്ള ഹൃദയം, പുതിയ ഹൃദയം, ആ ഹൃദയം പ്രാപിക്കപ്പെട്ട ദൈവജനമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്, ദൈവരാജ്യത്തിലുള്ളവരെന്ന് പറയുന്നത്. സ്തോത്രം. അല്ല, വീഡിയോ തുറന്നു വെക്കാവുന്നവരെല്ലാം തുറന്നു വെച്ച് നിങ്ങൾ ശ്രദ്ധിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഉള്ളിൽ കണ്ടോ, നാം ആണ് ദൈവത്തിന്റെ ഭവനം. അതുകൊണ്ട് പറഞ്ഞേ, നിങ്ങളിൽ വസിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവെന്നും നിങ്ങൾ ദൈവത്തിന്റെ ഭവനക്കാരുമല്ലോ. ആ ഭവനത്തിന്റെ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഈ ഭവനത്തിന്റെ അകത്ത് കേട്ടോ, നമ്മൾ ഈ പറയപ്പെടുന്ന ഈ രാജ്യത്തിന്റെ അകത്ത് പഴയ നിയമത്തിലെ ഒരെണ്ണം പോലും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഈ രാജ്യത്തിന്റെ അകത്തെ പ്രവേശനം എന്ന് പറയുന്ന യേശുക്രിസ്തുവുള്ള വിശ്വാസത്താലുള്ള മാനസാന്തരപ്പെട്ട് വിശ്വാസത്താൽ മാനസാന്തരപ്പെടുക. അപ്പൊ ആ രാജ്യത്തെ കുറിച്ച് കണ്ടോ, കർത്താവായ യേശുക്രിസ്തു, നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ അപ്പോസ്തലന്മാരാകട്ടെ യേശു ആകട്ടെ, ഇവരാരെങ്കിലും യേശു അബ്രഹാമിനെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, ഞാൻ അബ്രഹാമിനേക്കാൾ വലിയവനാണ്. നമ്മുടെ പല പ്രസംഗങ്ങളും ശ്രദ്ധിച്ചേ, നമ്മുടെ പല പ്രസംഗങ്ങളും പലരുടെയും കാഴ്ചപ്പാടുകളിലൂടെ വരുന്ന ഓരോ അറിവുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. യേശു എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ അബ്രഹാമിനെ അനുഗമിപ്പീൻ, അബ്രഹാമിനെ പോലെ ആകുവീന്ന് പറഞ്ഞിട്ടില്ല. ദാവീദിനെ പോലെ ആകാൻ പറഞ്ഞോ? യേശുവിൽ പറഞ്ഞോ? പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലന്മാര് പറഞ്ഞോ? യേശു പ്രസംഗിച്ചത് മുഴുവൻ ദൈവരാജ്യമാണ്. കണ്ടോ? ആ ദൈവരാജ്യത്തിൽ നടക്കുന്ന അതിന്റെ സംവിധാനങ്ങളെ കുറിച്ച് പറഞ്ഞു. പഴയ നിയമത്തിന്റെ രാജ്യം പറഞ്ഞു, കണ്ണെടുത്തവനെ കണ്ണെടുക്കണം, ചെകിട്ടത്തടിക്കുന്നവനെ ചെകിട്ടടിക്കണം, പല്ല് തകർക്കുന്നവനെ പല്ല് തകർക്കണം. പക്ഷെ ദൈവരാജ്യത്തിൽ കർത്താവ് പറഞ്ഞു, നീ ശത്രുവിനോട് ക്ഷമിക്കണം. രണ്ടും രണ്ടാ. അവിടെ കൈക്ക് പകരം കയ്യ്. അവിടെ അങ്ങനല്ല. അല്ലവോ, നിന്റെ കന്നത്തടിക്കുന്നവനെ മറ്റേ കണ്ണം കൂടെ കാണിക്കണം. ഈ രാജ്യത്തിന്റെ പ്രകൃതി അതാ. തിരിച്ചറിയുന്നവർ കർത്താവിനെ ഇന്ന് സ്തുതിച്ചേ. കാരണം നിങ്ങൾ ആരാ? നിങ്ങൾ അയ്യോ തരണേ, അയ്യോ കാക്കണേ, അയ്യോ നിങ്ങൾ വിടുവിച്ചോണേ, അയ്യോ ഞാൻ അങ്ങോട്ട് പോകുമ്പോ ഈ വണ്ടി എവിടെയും ചെന്ന് ഇടിക്കാതെ. ഇത് ജാതികളുടെ ജൽപ്പനമാ. ദൈവരാജ്യത്തിൽ പറഞ്ഞു, നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യേണ്ടവരല്ല, നിങ്ങൾ വിശ്വാസത്തോടുകൂടെ ആത്മാവിൽ ആമേൻ ലഭിച്ചു എന്ന് വിശ്വസിക്കുക. കാരണം കേട്ടോ, ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് തന്നിരിക്കുന്നു എന്നുള്ള വിശ്വാസം. ആഴമായി നിങ്ങൾ ഇത് ഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈ കാലങ്ങളിൽ ഇത് എനിക്ക് പഠിപ്പിക്കാൻ കഴിയൂ. കാരണം അവിടെ കണ്ടോ, കണ്ണിന് പകരം കണ്ണ്, കാലിന് പകരം കാല്, ആമേൻ, പല്ലിന് പകരം പല്ല്, തലയ്ക്ക് പകരം തല, ജീവന് പകരം ജീവൻ. ഇവിടെ അങ്ങനല്ല. നിന്റെ ശത്രുക്കളെ നീ സ്നേഹിപ്പീൻ. ആമേൻ. അവിടെ എല്ലാം ഉള്ളവനെ മാനിക്കുന്നവൻ, ഇവിടെ ഒന്നുമില്ലാത്തവനെ മാനിക്കുന്നവൻ. സ്തോത്രം. അവിടെ അവന്റെ ജാതിയോട് മാത്രമേ ചേരാവൂ, അവന്റെ വീട്ടിലെ ഭക്ഷണം കഴിക്കാവൂ, അവന്റെ ആൾക്കാരുമായിട്ട് സഹകരിക്കാവൂ. ഇവിടെ അങ്ങനല്ല. ലോകക്കാരോട് നിങ്ങൾ സഹകരിപ്പീൻ, ലോകക്കാരെ നിങ്ങൾ സ്നേഹിപ്പീൻ. ഹല്ലേലൂയ. എന്റെ രാജ്യം അവരിൽ പ്രസംഗിപ്പീൻ. നമ്മൾ ഈ ഒരു സംവിധാനം ഇതാകാതെ നമ്മൾ എവിടോ ആമേൻ എന്താ പറയാ, വലിയൊരു പോരാട്ടത്തിന്റെ നടുവില. നമ്മൾ യുദ്ധം അങ്ങോട്ടാ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവൻ ഇങ്ങോട്ട് യുദ്ധം ചെയ്യല്ല. നമുക്ക് പോരാട്ടമുള്ളത്. നമ്മൾ പോരാടണം. ആരോട്? നമുക്ക് വേണ്ടി കാൽവറിയിൽ തകർത്തവൻ
കാൽവറിയിൽ തകർത്തു. എന്തിനെ തകർത്തു? ന്യായപ്രമാണം എന്ന് പറയുന്ന, കണ്ടോ, ന്യായപ്രമാണമാകുന്ന ശക്തിയെയും തിരുവെഴുത്തുകളെയും, നമുക്ക് വിരോധമായ തിരുവെഴുത്തുകളെ, നമ്മുടെ മേൽ ഭരിച്ചിരുന്ന മരണത്തിന്റെ ശക്തി ആരാ? ന്യായപ്രമാണം. ആ മരണാധികാരിയാ കർത്താവ് തകർത്തെ. യേശു തകർത്തത് കേട്ടോ. ഹലോ, യേശു തകർത്തു. കാരണം പിശാചിന്റെ നമ്മുടെ മേലുള്ള ഏറ്റവും വലിയ ബലമായിരുന്നു ന്യായപ്രമാണം. അറിയാമോ? നമ്മുടെ മേലുള്ള അവന് വിരല് ചൂണ്ടാൻ, അവന് നമ്മുടെ മേൽ ആധിപത്യം നടത്തുവാൻ അവന് ബലമായി തീർന്നത് ന്യായപ്രമാണമായിരുന്നു. ആ ന്യായപ്രമാണത്തെ കാൽവറി ക്രൂശിൽ കർത്താവ് തകർത്തു. ആ യുഗത്തെ മുഴുവനും മാറ്റി. എന്നിട്ട് ഒരു പുതിയ യുഗം, ഒരു പുതിയ രാജ്യം കർത്താവ്, ഹല്ലേലൂയ, നമുക്ക് കയറാൻ. അതുകൊണ്ടാ യേശു പറഞ്ഞത്, യോഹന്നാനേക്കാൾ വലിയവനില്ല, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവൻ യോഹന്നാനേക്കാൾ വലിയവനില്ല, പക്ഷെ രാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാ എന്ന് പറഞ്ഞ യോഹന്നാൻ ഈ രാജ്യത്തിൽ ഇല്ല. ഹലോ, അവനേക്കാൾ, കണ്ടോ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കപ്പെട്ടവൻ യോഹന്നാനേക്കാൾ വലിയവനാ, ഏറ്റവും ചെറിയവൻ. ഈ ദൈവരാജ്യത്തിലുള്ള ഏറ്റവും ചെറിയവൻ യോഹന്നാനേക്കാൾ വലിയവനാ. അവൻ ദാസനാ, അവൻ കണ്ടോ, തോഴും എന്ന് പറഞ്ഞാൽ വിരുന്നുകാരനാ. നാം അവകാശിയ, നാം ക്രിസ്തുവിൻ എന്ന തലയോട് ചേർന്ന് പണിയപ്പെട്ട ജീവനുള്ള കല്ലുകളാ. നാം കെട്ടുന്നത് കെട്ടപ്പെടും, നാം അഴിക്കുന്നത് അഴിക്കപ്പെടും, നാം തകർക്കുകയാണ് നമ്മള്. അല്ലാതെ അവൻ നമ്മളെ എന്തേലും, ഇതൊക്കെ വെറും, ചിലർ പറയാറില്ലേ, അവിടെ പോയി പ്രാർത്ഥിക്കുമ്പോഴത്തേന് ആദ്യമേ രക്തത്തിൽ മുദ്രയിട്ടോണേ. എന്റെ പൊന്നെ, ഇതുപോലെ വിഡ്ഢിത്തരം വേറെ ഒന്നുമില്ല. കർത്താവായ യേശു ക്രിസ്തു പുത്രൻ പറയുക, അവയൊന്നും നിനക്കൊരു ദോഷവും ചെയ്യത്തില്ല. കാരണം നീ അധികാരസ്ഥനാ, നീ അവകാശിയാ, നീ സാധാരണ ജനിക്കപ്പെട്ടവനല്ല, വാഗ്ദത്തത്താൽ ജനിച്ചവനാ. യഹൂദന്മാരുടെ പിക്ചറിലില്ലാത്തവനാ നീ. യഹൂദന്റെ പിക്ചറിലില്ല. ഞാൻ നിങ്ങളെ ഒരു സത്യാവസ്ഥ ഞാൻ ഓർപ്പിക്കാം. നമ്മുടെ യേശുവിന്റെ അടുക്കൽ ഒരു സുറുഫയ്ക്ക് ജാതിയിലുള്ള സ്ത്രീ വന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. മർക്കൂസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലും മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിലും നമുക്ക് കാണാം സുറുഫയ്ക്ക് ജാതിയുള്ള സ്ത്രീ. നോക്കിയേ, അന്ന് കർത്താവ് വ്യക്തമാക്കി പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ മക്കളുടെ അടുക്കലേക്ക് അയച്ചത്. ഈ മക്കളുടെ മാനസാന്തരത്തിനും അവരെ തനിക്കായി ഒരുക്കാൻ വേണ്ടിയാ യോഹന്നാനെ അയച്ചത്. ഇസ്രായേലിനെ ഒരുക്കാൻ വേണ്ടിയാ യോഹന്നാനെ അയച്ചത്. അതുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. മനസ്സിലായോ? ഇസ്രായേലിനെ ഒരുക്കാൻ എന്ന് പറഞ്ഞാൽ പഴയ നിയമങ്ങളിൽ അതിനെക്കുറിച്ച് വ്യക്തമായതുകൊണ്ട് ഇസ്രായേലിനെ ഒരുക്കാൻ വേണ്ടിയാണ് യോഹന്നാനെ അയച്ചത്. പക്ഷേ യേശു അന്നേരം ശമരിയെ പോലും പോകുന്നില്ലല്ലോ. ഇസ്രായേൽ ജനം ശമരിയുമായിട്ട് തന്നെ സമ്പർക്കമൊന്നുമില്ലല്ലോ ആ കാലത്തിലെ യേശു വന്നേ. യേശു ശമരിയെ പോയത് ജാതികളായതുകൊണ്ടല്ല, അവരുടെ മക്കളാ, ഇസ്രായേലാ. അവര് സമ്മിശ്ര ജാതിയായി പോയത് കൊണ്ടാണ് യഹൂദന്മാരെന്ത് ചെയ്യാത്തത്, അതിലൂടെ പോവാത്തത്, അല്ലെങ്കിൽ അവരുമായിട്ട് സഹകരിക്കാത്തത്. പക്ഷെ യേശുവിന്റെ അടുക്കൽ ഈ സുറൂഫയ്ക്ക ജാതിയുള്ള സീദോറില് ആ തീരത്ത് ചെന്നപ്പോഴാണ് യേശുവിന്റെ അടുക്കൽ ഈ സ്ത്രീ വന്നത്. അവള് പറഞ്ഞു, അവിടെ ആവശ്യം എന്താ? ഇന്ന് ഈ പ്രഭാതത്തിൽ പലരോടും കർത്താവിന്റെ ആത്മാവ് സംസാരിക്കുന്ന വ്യക്തമായ ചില കാര്യങ്ങളെ നിങ്ങൾ അത് ശ്രദ്ധിക്കപ്പെടണം. ആമേൻ. അതുകൊണ്ട് വളരെ പ്രാർത്ഥിക്കുക, കർത്താവ് ആഴമേറിയ ചില വെളിപ്പാടുകൾ നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഇതിലായിരിക്കുന്ന ഓരോ വ്യക്തികളും ശ്രദ്ധിക്കപ്പെടുക. ഇപ്പം ഇവള് വന്നേച്ച് പറഞ്ഞു, അവളുടെ മകൾക്ക് ഭൂതോദരം പിടിച്ചു. കർത്താവേ, അന്നേരം കർത്താവ് ഉടനെ മർക്കോസിന്റെ സുവിശേഷം ചിന്തിക്കുമ്പോഴാണ് വളരെ ആശ്ചര്യമായിട്ട് തോന്നുന്നത്. കർത്താവ് പറഞ്ഞു, അവള് പറഞ്ഞു, ഇങ്ങനെ കൂടെ അവള് അസഹ്യപ്പെടുത്തുന്നത് പോലെ അപേക്ഷകൾ തുടങ്ങിയപ്പോൾ
ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ അവളെ പറഞ്ഞയക്കണം. അന്നേരം യേശു പറഞ്ഞു, ആദ്യം മക്കൾക്ക് തൃപ്തി വരട്ടെ. അപ്പോ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, മക്കൾക്ക് തൃപ്തി വരട്ടെ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടും എന്നുള്ളതാണ് കർത്താവ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. മക്കൾക്ക് തൃപ്തി വരട്ടെ. ആദ്യം മക്കളെ ഇസ്രായേലിനെ ഒരുക്കി ഉണ്ടോ, ഇസ്രായേലിന് വേണ്ടി വന്നു, അവര് ഒരുക്കപ്പെടേണ്ട അതിന് യോഹന്നാനെ അയച്ചു. ആ യുഗത്തെ പറയുന്നു ന്യായപ്രമാണം യോഹന്നാൻ വരെ. കണ്ടോ, സ്നാപകനായ യോഹന്നാൻ വരെ ഉണ്ടോ. ആ ആ അധ്യായത്തെ ക്ലോസ് ചെയ്ത സ്ഥലമാണ് കാൽവറി ക്രൂശ്. കണ്ടോ, പ്രൈസ് ദി ലോർഡ്. ആ അധ്യായത്തെ, ആ പഴയ കാലഘട്ടത്തെ ക്ലോസ് ചെയ്ത സ്ഥലമാണ് കാൽവറി ക്രൂശ്. ന്യായപ്രമാണം എന്ന് പറയുന്ന കേട്ടോ ഒരു വ്യക്തിയുടെ അവകാശമായിരുന്നു, അത് ഒരു ഗ്രൂപ്പിന്റെ അവകാശമായിരുന്നു. എന്നിട്ട് ആ ന്യായപ്രമാണത്തെ എന്ത് ചെയ്തു, അവിടം കൊണ്ട് ക്ലോസ് ചെയ്തിട്ട് പുതിയ പ്രമാണം, പുതിയ പ്രമാണം, കർത്താവെ എന്നൊന്ന് വിളിച്ചാ മതി, ആമേൻ, സ്വർഗം നിന്നെ അംഗീകരിക്കുക. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സന്തോഷമുള്ളവർക്കായി സ്തോത്രം. ഈ കൃപ പ്രാപിക്കപ്പെട്ട നമ്മളൊക്കെ ആത്മാവിൽ തുള്ളി ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടത്. മക്കൾക്ക് തൃപ്തി വരട്ടെ. കഥ പറഞ്ഞ വളരെ കറക്റ്റാ. ആദ്യം മക്കളുടെ അടുക്കലേക്കാ വന്നേ, സ്വന്തമായവരുടെ അടുക്കലേക്കാ വന്നേ. അവരായി എന്ന് കേക്ക്, ഇനി അടുത്ത കേക്ക്. അപ്പൊ ഇവക്കൊരു പ്രതീക്ഷയുണ്ട്. പക്ഷെ ഈ പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് യേശു അടുത്ത മറുപടി പറഞ്ഞു, വെയിറ്റ് ചെയ്തിട്ടും കാര്യമില്ല, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് എന്ത് ചെയ്യത്തില്ല, ഇട്ടു കൊടുക്കത്തില്ല. ആമേൻ. കാരണം മത്തായിയുടെ സുവിശേഷത്തില് 7-ാം അധ്യായത്തില് കർത്താവ് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. ആ വാക്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. നായ്ക്കളുടെ ഇടയിൽ ഇട്ടുകൊടുക്കരുത് എന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്. നായ്ക്കൾക്ക്, നിങ്ങളുടെ അവകാശത്തെ നായ്ക്കൾക്ക് ഇട്ട് കൊടുക്കല്, നിങ്ങളുടെ മുത്തിനെ പന്നിയുടെ ഇടയിൽ ഇടരുത് എന്ന് പറയുന്നൊരു വാക്യമുണ്ട് കേട്ടോ. അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഞാൻ അത് പിന്നെ ഓർപ്പിക്കാം. ഓക്കെ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചേ. ആമേൻ. യേശു പറയാ, മക്കളുടെ അപ്പം എടുത്ത് ആർക്കും കൊടുക്കത്തില്ല, ആമേൻ, നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കാൻ പാടില്ല. ഇത് കേട്ടാൽ അതും ഇവൾ വന്നത് ആരുടെ അടുക്കല, സകലത്തെയും സൃഷ്ടിച്ച ഉടയവന്റെ കർത്താവായ യേശുവിന്റെ മുൻപിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ യേശു അവളെ എന്ത് ചെയ്തില്ല. കാരണം കർത്താവിന്റെ സമയം ഇതുവരെ ജാതികൾക്കുള്ളത് വഴി ഇതുവരെ തുറക്കാത്തത് നിമിത്തമാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്. കർത്താവ് കൃത്യമായിട്ടാ പറഞ്ഞേ. പക്ഷെ മാനുഷികമായി ചിന്തിച്ചാൽ വലിയ പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു സമയമല്ലായിരുന്നോ? ഹല്ലേലൂയ. കാരണം ഞാൻ വന്നത് സാധാരണ ഒരു ദൈവത്തിന്റെ അടുക്കലാണോ? ഈ ലോകത്തിന്റെ സകല സൃഷ്ടികളുടെയും ഉടമസ്ഥന്റെ, സകല സൃഷ്ടികളുടെയും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമുഖത്ത് കാണുന്ന സകലത്തിന്റെ ഉടയവന്റെ മുൻപിലല്ലേ. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഈ ഉടയവൻ എന്ന് പറഞ്ഞാൽ ആരംഭത്തോടുകൂടെ അവസാനത്തെ അറിയുന്നവനാ ദൈവം. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ആരംഭത്തോടുകൂടെ അവസാനത്തെ അറിയുന്നവനാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സൃഷ്ടികളെ കുറിച്ചെല്ലാം, സൃഷ്ടിത്വത്തെക്കുറിച്ചും സൃഷ്ടിച്ച ഓരോ കാര്യങ്ങളെ കുറിച്ചും, അതിന്റെ എൻഡ് എന്താ, അതിന്റെ ആമേൻ മിഡിൽ എന്താ, ഇതെല്ലാം വ്യക്തമായിട്ട് അറിയാം. ഞാൻ ദൈവമക്കളോട് പറയട്ടെ, ദൈവമൈതലേ, ആമേൻ, നീ അറിയുന്നതിനേക്കാളും നിന്നെക്കുറിച്ച് നന്നായി അറിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കാൻ ഇന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റ് വന്നിരിക്കുന്നതെന്ന് എത്ര പേര് ഗ്രഹിക്കുന്നുണ്ട്? ഞാൻ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ, ഞാൻ ഉരുവാക്കപ്പെടുന്നതിന് മുമ്പേ, ഞാൻ അമ്മയുടെ ആമേൻ ആ ഗർഭപാത്രത്തിൽ ഭിന്നാകാരമായിരുന്നപ്പോൾ ഉരുവാകുന്നതിന് മുൻപേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ഒരു രൂപം എന്താണെന്ന് സ്വന്തം മാതാവിന് അറിയാതിരിക്കുമ്പോൾ തന്നെ നിന്റെ രൂപത്തെ, നീ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് ആമേൻ വ്യക്തമായി അറിയുന്ന ഒരു ദൈവത്തെ, ദൈവമാണ് നിന്നെ അമ്മയുടെ ഉദരത്തിൽ മെനഞ്ഞതോർത്താൽ മതി. ഇന്ന് നിന്റെ ഈ ലോകത്തിലെ ഏത് പ്രതിസന്ധികൾക്കും, ഏത് പ്രശ്നങ്ങൾക്കും, ഏത് ഭാരങ്ങൾക്കും ഉള്ള മറുപടി ഇത്രയുള്ള ഒറ്റ വാക്കുകൊണ്ട് നമുക്ക് അതിനെ തകർത്ത് കളയാം.
എന്നെ ഞാൻ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് ഹല്ലേലൂയ ആമേൻ സ്വന്തം മാതാവോ പിതാവോ അറിയാതിരിക്കുന്നതിന് മുമ്പേ എന്നെ അറിയുന്ന, അതല്ലേ ദാവീദ് പാടിയത്, ഞാൻ പിണ്ണാകാരമായിരുന്നപ്പോൾ നീ എന്നെ കണ്ട ദൈവമാണെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ജെരമ്യാവിനോട് ചോദിച്ച ജെരമ്യാവ് പറയും, ഞാൻ ബാലനാണ്, എനിക്ക് വേണ്ട എന്നൊക്കെ പറയും. നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞവനാണ്. ഇന്ന് എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? ഏത് പ്രതിസന്ധിയുടെ നടുവിൽ നാം ആയിരിക്കുമ്പോഴും നമുക്ക് സന്തോഷിക്കാൻ ആമേൻ ആദ്യം നമ്മുടെ ബുദ്ധിമണ്ഡലത്തെ ബുദ്ധിമണ്ഡലത്തെ ആത്മമണ്ഡലം കൊണ്ട് നേരിടുമ്പോൾ ബുദ്ധിമണ്ഡലത്തോട് പറയണം, ഈ ജഡത്തെ നോക്കി പറയണം, നീ ഉരുവാകുന്നതിന്, ഇത് രൂപപ്പെടുന്നതിന് മുമ്പേ, ഇങ്ങനെ ഉണ്ടാകുന്നതിന് മുൻപേ ആമേൻ സ്ത്രീ പുരുഷ എന്നുള്ള ആമേൻ അവസ്ഥകൾ ആകുന്നതിന് മുമ്പേ എന്റെ ആരംഭത്തോടുകൂടെ ഞാൻ എന്നും മരിക്കും. നീ എന്റെ നാളുകളെ അറിഞ്ഞിരിക്കുന്നു, എന്റെ ആയുസ് നീ അറിഞ്ഞിരിക്കുന്നു, എന്റെ ഓരോ വഴികളെയും നീ അറിഞ്ഞിരിക്കുന്നു, എന്റെ ചിന്താകുലങ്ങളെ നീ അറിഞ്ഞിരിക്കുന്നു, എന്റെ മനോവിചാരങ്ങളെ നീ അറിഞ്ഞിരിക്കുന്നു. ഹലോ, ഞാൻ ചിന്തിക്കുന്നതിന് മുമ്പേ എന്റെ ചിന്തകളെ മനസ്സിലാക്കുന്നവൻ ഞാന്. ഭൂമിയുടെ അധോഭാഗത്തിൽ ചെന്നാൽ അവിടെയും നീ അറിയുന്നവൻ. നീ എന്നെ ശോധന ചെയ്ത് അറിയുകയാ. ഞാൻ പാതാളത്തിൽ ചെന്നാൽ അവിടെയുണ്ട്. ഉഷസിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയുണ്ട്. ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കുന്നില്ല. ഇത്ര നല്ല ഒരു ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ എവിടെ വന്നിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ ഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം നമ്മൾ ഏതോ തകർക്കുന്ന ഒരു രാജ്യത്തിലല്ല, ലോകത്തെ പിടിച്ചടക്കുന്ന രാജ്യത്തിൽ നമ്മളെ ഇരുത്തിയിരിക്കുന്നെന്ന് എത്ര പേർ ഗ്രഹിക്കുന്നുണ്ട്? അതിനാ എഫെസ് ലേഖനവും കൊലോസി ലേഖനവും പറഞ്ഞത്, നിങ്ങളെ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ഹലോ, നിങ്ങളെ എവിടെ ഇരുത്തിയിരിക്കുന്നു? സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. എന്നിട്ടും നമ്മൾ പറയാ സ്വർഗത്തിൽ പോണം. എന്ത്? പ്രൈസ് കണ്ടോ, നമ്മളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നെന്ന് പറയുമ്പോൾ ദൈവരാജ്യം കണ്ടോ, ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേ, ഭക്ഷണമല്ല, പാനീയമല്ല, പിന്നെന്താ? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും. എടാ, ഈ 3 കാര്യം ഉണ്ടെങ്കിൽ ഗ്രേസ് എബ്രാഞ്ചായ നമ്മൾ എവിടെങ്കിലും ദുഃഖിക്കേണ്ട ആവശ്യം നോക്ക്. അപ്പൊ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ കാണാം. നമ്മുടെ എന്താ പറയാ, ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 4 ദിവസത്തെ ആഹാരം ഫ്രിഡ്ജിൽ ഇരുന്നാലും നാളെ കുറിച്ച് വിചാരപ്പെടുന്നവരാ ഇന്നത്തെ ക്രൈസ്തവ ലോകം. മനസ്സിലായോ? ഹല്ലേലൂയ. എന്തേലും ഒരു രോഗം വരുമ്പോൾ ഒരു 6 കൂട്ടം ആൾക്കാരെ കുറിച്ച് ചിന്തിച്ചിട്ടേ ആ രോഗത്തെ ആദ്യം അഭിമുഖിക്കത്തുള്ളൂ. കാരണം ഈ രോഗം വന്ന മത്തായിച്ചൻ മരിച്ചത്, ഈ രോഗം വന്ന നമ്മുടെ ത്രേസ്യാമ ഗ്രേസ് ആന്റി അല്ല കേട്ടോ, ലീലാമ പോയത്. ഹലോ, നമ്മൾ അതുകൊണ്ടാ പറഞ്ഞത് ശ്രദ്ധിക്കപ്പെടെ. ഏതാ പിശാചെന്ന് ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം. ലോകത്തിലെ പിശാചിന് ഇതിൻ്റെ അകത്ത് ഒരു റോളും ഇല്ല എന്ന് ഞാൻ പറയാം. അതിനേക്കാളും വലിയ പിശാച നമ്മുടെ സങ്കല്പങ്ങൾ. കണ്ടോ? ഒരു വേദന ഇവിടെ വരുമ്പോഴത്തേന് ഒരിക്കലും നമ്മുടെ മനസ്സ് പറയത്തില്ല അവന്റെ അടിപ്പിണരാലുള്ള സൗഖ്യം എന്ന് പറയത്തില്ല. നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതേ വേദന വന്ന ഒരു 10 പേരുടെ അടുക്കൽ നമ്മുടെ സങ്കല്പങ്ങൾ, 10 പേരുടെ കാര്യങ്ങൾ ഓടി വരും. അപ്പോഴത്തേനായിരിക്കും നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന മരുമോനും മക്കളും എല്ലാം പറയുന്നത്, അച്ഛാ ഇപ്പൊ പോയില്ലെങ്കിൽ നമ്മുടെ മത്തായിച്ചിന് പറ്റിയതുപോലെ പറ്റും കേട്ടോ. കണ്ടോ? അതും കൂടെ കേട്ടപ്പോ പിന്നെന്തായി? നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ? അതുകൊണ്ടാ പറഞ്ഞേ, കോട്ടകളെ ഇടിക്കണം, സങ്കല്പങ്ങളെ ഇടിക്കണം. എങ്ങനെ? വചനം എന്നതുകൊണ്ട്, വചനം ജീവനും ചൈതന്യമുള്ള ഇരുവാഴ്ത്തലുമുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് തുളച്ചു ചെന്ന അവിടുത്തെ ഭാവനകളെ കണ്ടോ, ഭാവനകളെ, സങ്കല്പങ്ങളെ, ചിന്തകളെ അതിനെ എന്ത് ചെയ്യുന്നതാ?
തളയ്ക്കണം. ഏതിനാൽ? വചനത്താൽ. ഏത് വചനത്താൽ? പുതിയ നിയമത്തിൻ ന്യൂ ടെസ്റ്റ്മെന്റിൽ എഴുതപ്പെട്ട യേശുവിന്റെ വചനത്താൽ. അപ്പോസ്തോലന്മാരുടെ ആറ്റിറ്റ്യൂഡ്, കാഴ്ചപ്പാട്, അവര് കൊടുത്ത വില, ഇത് നമ്മൾ മനസ്സിലാക്കി നാം പ്രൈസ് ദ ലോർഡ് സാധാരണക്കാരല്ല, നാം അവകാശിയ, നാം പുത്രത്വത്തിന്റെ ആത്മാവ് പ്രാപിച്ചവരാ. നമ്മൾ പ്രൈസ് ഗോഡ് ഏതൊരു വിഷയത്തിന്റെ നടുവിലും ക്രിസ്തു എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത് അതുപോലെ നമ്മൾ അഭിമുഖീകരിക്കണം. ഒന്നുമില്ലായ്മയുടെ ശൂന്യതയിലും ശക്തമായ കാറ്റടിക്കുമ്പോഴും അതിന്റെ നടുവിൽ സമാധാനത്തോടെ നിന്ന കർത്താവിനെ നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടോ? അവിടെ അബ്രഹാമിനെ അല്ല ഓർക്കേണ്ടത്, അവിടെ ദാവീദിനെ അല്ല ഓർക്കേണ്ടത്, അവിടെ ശൗലിനെ അല്ല നമ്മൾ വാഴ്ത്തി പാടേണ്ടത്, അവിടെ ഏലിയാവിനെ അല്ല നമ്മൾ കൊണ്ടുവരേണ്ടത്. നമ്മൾ ഏതൊരു ഉപവാസ പ്രാർത്ഥന പ്രസംഗിച്ചാലും ഈ ഏലിയാവും ദാവീദും ഇല്ലാത്ത പ്രസംഗവും ഇല്ല. കർത്താവിനെ പ്രസംഗിച്ചില്ലേലും ആരെ പ്രസംഗിക്കും? ചില സഭായങ്ങളിൽ നിങ്ങൾ ചെന്ന് കണ്ടിട്ടുണ്ടോ? കർത്താവിനെ കുറിച്ച് പ്രസംഗിച്ചില്ലേലും വേണ്ട, ദാവീദിന്റെ സങ്കീർത്തനം വായിച്ചിരിക്കണം. സ്തോത്രം പറഞ്ഞില്ല. വളരെ മൗനതയോടെ നിങ്ങൾ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ശരിക്കും വചനം മനസ്സിലാകുന്നുണ്ടെന്ന്. മനസ്സിലായോ? ചില ആലയത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ആ സങ്കീർത്തനം വായിച്ചില്ലെങ്കിൽ ഇന്ന് സങ്കീർത്തനം എന്താ വായിക്കാൻ കേട്ടോ. യേശുവിനെ പ്രസംഗിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ദൈവരാജ്യം പ്രസംഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ രോഗശാന്തി നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ വിടുതൽ നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, എന്തോ വായിക്കണം. ആമേൻ. കഴിഞ്ഞ ദിവസം ഞാനൊരു സഭായത്തിൽ ചെന്നപ്പോ പാസ്റ്റർ പ്രാർത്ഥിക്കാൻ അങ്ങ് ആശീർവാദം പറഞ്ഞു. അപ്പോഴത്തേന് അനേകര് പാസ്റ്ററെ നോക്കുക, പ്രാർത്ഥിച്ചില്ലല്ലോ, അതിനു മുമ്പേ ആശീർവാദം പറഞ്ഞു. കണ്ടോ? കാരണം ജനം അങ്ങ് എന്താ പറയാ, ആ കൃത്യമായ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അവിടെ അങ്ങ് ആകെ എന്ത് ചെയ്യാ? നിങ്ങൾ മനസ്സിലായോ? ഇനിയും ചില സഭകളിൽ ഇതൊന്നും ഇല്ലെങ്കിൽ, സ്വത്രാഴ്ച എടുത്തില്ലെങ്കിൽ ആ പാസ്റ്റർക്ക് ഉറക്കം വരത്തില്ല. കേട്ടോ? സ്വത്രാഴ്ച എന്ന് പറയുന്ന അത് എത്ര ടൈം എന്ന് പറഞ്ഞാൽ 11:30 നിർത്തുന്ന ആരാധന 11:29 ആയാലും പ്രസംഗനെ പിടിച്ചിരുത്തും. പക്ഷെ സ്വത്രാഴ്ച എടുക്കാൻ മറക്കത്തില്ല. നിങ്ങൾ മനസ്സിലായോ? അല്ലെങ്കിൽ ഈ ആഴ്ച സ്വത്രാഴ്ച എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, 5 മിനിറ്റ് പുള്ളി പ്രസംഗിക്കട്ടെ, നല്ല വചനമല്ലേ, കേൾക്കട്ടെ എന്ന് വെക്കത്തില്ല. പ്രസംഗനെ പാൻറെ പിടിച്ചിരുത്തും. പക്ഷെ സ്വത്രാഴ്ച എടുക്കാനും പിന്നീട് വർത്തമാനങ്ങൾ പറയാനും പിന്നെ അവിടുത്തെ ആഹാര കാര്യങ്ങൾക്കെല്ലാം അവർക്ക് പൊളച്ച് മെതിക്കാനൊന്നും അവർക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ 5 മിനിറ്റ് പാസ്റ്റർ പ്രസംഗം നീട്ടിയാൽ കാര്യം പോക്കാം. ഹലോ, എല്ലാരും ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തുന്നത് നല്ലതായിരിക്കും കേട്ടോ. സ്തോത്രം. സന്തോഷമുള്ളവർക്കായി സ്തോത്രം. ഇത്ര പ്രഭാതത്തിൽ വന്നിട്ട് ഇത്ര പ്രതികൂലമാകുമെന്ന് ആരും ചിന്തിച്ചു കാണത്തില്ല. പക്ഷെ ഇത് നിങ്ങൾക്ക് അനുഗ്രഹമാകും. ആമേൻ. നിങ്ങളെ സൗഖ്യമാക്കുന്ന, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ഒരു പ്രശ്നം വരുമ്പോൾ ഇതേ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കപ്പെട്ട നിങ്ങളുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്ന ഒരുവൻ ഇതേ ബലഹീനതകളുടെ പോയപ്പോൾ അവൻ എങ്ങനെ പ്രതികരിച്ചു? ഹലോ, അവിടെ മാനുഷിക രൂപങ്ങളെ, വേദപുസ്തകത്തിൽ എഴുതപ്പെട്ട മാനുഷിക രൂപങ്ങളെ നിങ്ങൾ ആരുടെ പിക്ചർ കൊണ്ടുവന്നോ അവരെല്ലാം നീ ഈ കണ്ട കർത്താവിൽ ആശ്രയിച്ചാണ് അവർ കാര്യങ്ങളെ തീരുമാനിച്ചത് എങ്കിൽ അവരെ അല്ല നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ആശ്രയിക്കപ്പെട്ടപ്പോൾ അവർക്ക് വേണ്ടി ശബ്ദിച്ച, അവർക്ക് വേണ്ടി ഇറങ്ങി വന്ന, അവർക്ക് വേണ്ടി പ്രതികരിച്ച, അവർക്ക് വേണ്ടി കേട്ടോ ഒറ്റ മനുഷ്യനെ പോലെ നിന്ന് പോരാടിയ, അവർക്ക് വേണ്ടി ഒറ്റ മനുഷ്യനെ പോലെ സംസാരിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുത്ത കർത്താവ് എന്ന് പറയുന്നത് അവരെക്കാൾ വലിയവനാണ്. അവൻ അബ്രഹാമിനേക്കാൾ വലിയവന്, അവൻ ശലോമോനേക്കാൾ വലിയവന്, അവൻ ദാവീദിനേക്കാൾ വലിയവന്. അവൻ തന്നെ നിങ്ങളുടെ രാജാവ്, അവൻ തന്നെ നിങ്ങളുടെ ഗുരു, അവൻ തന്നെ നിങ്ങളുടെ നായകൻ, അവൻ തന്നെ നിങ്ങളുടെ കർത്താവ്. നമുക്ക് മടങ്ങി വരാം. ആ സ്ത്രീ ഇവിടെ യേശു പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കത്തില്ല. ആമേൻ. ഇവിടെ എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാനുള്ള അതിശ്രേഷ്ഠമായ ഒരു കാര്യമുണ്ട്. സത്യം പറയാ ബീനാൻറ്റി, നമ്മളൊക്കെ ആണെങ്കിൽ ആ നിമിഷം മുതൽ പിന്നെ ആ സഭയുടെ 7 അയൽവക്കത്ത് നമ്മൾ പോകത്തില്ല.
ആ പാസ്റ്ററെ പിന്നെ ഇങ്ങനൊരു ഒരു പാസ്റ്ററാണ് മറുപടി നമുക്ക് തന്നത്. നമ്മൾ അത്രയും അത്യാവശ്യമായ അതും നമ്മുടെ കുഞ്ഞിന്റെ കാര്യം, സ്വന്തം കാര്യമാണെങ്കിൽ പിന്നെയും പോട്ടെ നോക്കാം. ഇത് നമ്മുടെ ഒരു കുഞ്ഞിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ, ചിലർക്ക് അച്ചാച്ചൻ നഷ്ടപ്പെട്ടാലും മക്കൾ നഷ്ടപ്പെടാൻ പാടില്ല. കാരണം അവര് കരുതുന്നത് അച്ചാച്ചൻ ഇല്ലാത്തപ്പം മക്കളായെന്നാ ചിന്തിക്കുന്ന ചിലരുടെ ചിന്ത അങ്ങനെ. അതുകൊണ്ട് അച്ചാച്ചന്മാർക്ക് വലിയ വിലയില്ല, മക്കൾക്ക് ഭയങ്കര വിലയാ. ചിലരുടെയൊക്കെ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ചിലരുടെയൊക്കെ മുഖം വാടിയിരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. പ്രഭാതമായതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചില അച്ചാച്ചന്മാരോടും അമ്മമാരോടും ശക്തമായി പറയുന്നത്, എന്റെ പൊന്നു മക്കളെ, ആമേൻ, ആൺമോൻ അമ്മൻ മോനാണെങ്കിൽ മോൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ചന്തയിലെ പൊടിയും തട്ടി അവൻ പോവും. പപ്പ മമ്മി ടാറ്റ ബൈ ബൈ. മോളാണെങ്കിൽ ആമേൻ പപ്പായ്ക്ക് ബെഡ് കോഫി ഒക്കെ കൊടുക്കുന്ന മോളാ. ആമേൻ ഈ മോളുമാർക്ക് അപ്പന്മാരോടാ കൂടുതൽ ഒരു അറ്റാച്ച്മെന്റ്. അപ്പൊ എല്ലാം ശരിയാ. പക്ഷെ എന്റെ പൊന്നച്ചായ എത്ര സ്നേഹിച്ചാലും അവളും എന്ത് ചെയ്യുന്നറിയാമോ? ഭർത്താവിനെ കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ തീരുമാനത്തിലായി, അവന്റെ ലോയിലായി, അവന്റെ ഇതിലായി. അതുകൊണ്ട് തീർന്നു. പിന്നെ പിന്നെ ആമേൻ പല്ലും പോയി വളഞ്ഞു കുത്തി, ആമേൻ തൊക്കും ചുരണ്ട് അവിടെ ഇവിടെയും വര വീഴുമ്പോഴും കൈ പിടിച്ച് നടത്താൻ ഈ മക്കളില്ലാതിരുന്നപ്പം ആമേൻ ഇന്ന് വിളിക്കുന്ന ബേബി ബേബി എന്ന് വിളിക്കുന്ന ആ പുള്ളിക്കാരനെ ഉള്ളൂ. അന്ന് ബേബി ആയിരുന്നു, മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പേ ബേബി ആയിരുന്നു. പിന്നെന്തായി മനസ്സിലായോ? ചിലര് പിന്നെ അജിൻചായ, ഞാൻ ഈ പറയുന്ന കാര്യത്തിന്റെ അകത്ത് എത്ര വാസ്തവം ഉണ്ടെന്നൊന്ന് ഓർത്തു നോക്കി. ഹല്ലേലൂയ. ആ മക്കളുണ്ടാകുന്നതിന് മുമ്പേ ഇപ്പോഴത്തെ പിള്ളേരുടെ പിന്നെ എന്താ പറയാ, ബ്രോമാരുടെ ഒരു ഇതാണ് ബേബി ബേബി. അതിങ്ങോട്ട് രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ബേബി ബേബിയെ വിളിക്കുന്നത്. പിന്നെ ഒരു കുഞ്ഞ് കഴിയുമ്പം പപ്പയായി ഡാഡിയായി. അത് കഴിഞ്ഞ് കുഞ്ഞിന് രണ്ടുപേരുടെ കാശാവുമ്പോഴത്തേന് പിന്നെ ഇയാളായി അയാളായി. പിന്നെ പറഞ്ഞ മനസ്സിലായി ഇല്ല? സ്തോത്രം, ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ വന്നവനെ നാളെ സ്വർഗത്തിലോട്ട് പോകാൻ കാല് കുത്തി ആമേൻ ഒരു പടിയെ ഉള്ളെന്ന് പറഞ്ഞിരിക്കുന്നവനെ ഇരിക്കുന്നവളെ, ദൈവാത്മാവ് പറയുന്നു, നിന്റെ സുബോധം നഷ്ടപ്പെടരുത്. ആമേൻ, സുബോധം നഷ്ടപ്പെടരുത്. നിന്റെ അവസരങ്ങളെ നന്മയ്ക്കായി, നിന്റെ അവസരങ്ങളെ നന്മയുടെ ചിന്തകൾക്കായി, നിന്റെ അവസരങ്ങളെ ആത്മാവിന്റെ ചിന്തകൾക്കായി, നിന്റെ അവസരങ്ങളെ ആത്മാവിന്റെ ക്ഷമയ്ക്കായി, ആത്മാവിന്റെ വിനയത്തിനായി, ആത്മാവിന്റെ ആമേൻ മഹത്വം നിന്റെ അകത്തു നിന്ന് നഷ്ടപ്പെട്ടു പോകരുത്. ആമേൻ അവർ രണ്ടല്ല, അവർ ഒരു ശരീരമാണെന്ന് യോജിപ്പിച്ച ദൈവത്തെ നീ എന്ത് ചെയ്യരുത്? ആമേൻ, നിന്റെ ഭർത്താവിനെ അകറ്റി നിർത്തിക്കൊണ്ട് നീ മുറിച്ചു കളയരുത്. നീ ദൈവത്തെ എന്ത് ചെയ്യുക? അകറ്റുന്നതിന് തുല്യമാണ് നിന്റെ ഭർത്താവിനെ അകറ്റി നിർത്തുന്നത്. അല്ലെങ്കിൽ ഭർത്താവെ നീ ഭാര്യയെ അകറ്റി നിർത്തുന്നത്, നീ ദൈവം ചേർത്തതിനെയാണ് മുറിച്ചു മാറ്റുന്നത്. സ്തോത്രം. ഇതിന്റെ അകത്ത് മാനസാന്തരപ്പെടാനുള്ളവരൊക്കെ ഒന്ന് മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. ആമേൻ. അല്ലെ ഒരുപക്ഷെ നിന്റെ ആമേൻ സ്ത്രീയെ നിന്റെ സാലറി വലുതായിരിക്കാം. ആമേൻ പുരുഷ, നിന്റെ അധ്വാന ഫലത്താലായിരിക്കാം വീട് പോകുന്നത്. പക്ഷേ നിന്നെ യോജിപ്പിച്ചവൻ സ്വർഗത്തിലെ ദൈവമാണെന്ന് ചില കുടുംബങ്ങളുടെ കുടുംബജീവിതത്തിൽ ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ ദൈവവചനം കേൾക്കുന്നവരൊന്ന് ചിന്തിച്ചേ. എന്നെ എത്ര കഴിവില്ലാത്തവനായാലും, എത്ര സൗന്ദര്യമില്ലെങ്കിലും, എത്ര ബലം ക്ഷയിച്ചില്ലെങ്കിലും, എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ സംതൃപ്തികളൊന്നും തികഞ്ഞില്ലെങ്കിലും എന്നെ യോജിപ്പിച്ചവൻ സ്വർഗത്തിലെ ദൈവമാണെന്നും ആമേൻ ആ യോജിപ്പിച്ചതിനെ ഞാനായിട്ട് എൻ്റെ ആമേൻ ഹല്ലേലൂയ ചില സങ്കല്പങ്ങളെ, എൻ്റെ മനസ്സിന്റെ തൃപ്തികരമായ അനുഭവങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ നീ അതിനെ പുച്ഛിച്ച് തള്ളരുത് കേട്ടോ. കാരണം നീ മനസ്സിനെ അല്ല നീ തൃപ്തിപ്പെടുത്തേണ്ടത്, നീ ആത്മീയ മനുഷ്യനായി നിന്നെ പണിത ദൈവത്തോട് നീ പറ്റി നിന്ന് ആത്മാവിൽ ചിന്തിക്ക്, ആത്മാവിൽ വിവേചിക്ക്, ആത്മാവിൽ ആമേൻ നിന്റെ ഭവനത്തെ നീ പണിയ്, ആത്മാവിൽ നീ ആമേൻ ആത്മാവിനോട് ചേർന്ന് നിന്ന്, ആത്മാവാം ദൈവത്തോട് ചേർന്ന് നിന്ന്, ആത്മാവാം പരിശുദ്ധനോട് ചേർന്ന് നിന്ന്, ആത്മാവാം കർത്താവിനോടുകൂടെ ആമേൻ പ്രൈസ് ഗോഡ് യാത്ര ചെയ്തു നോക്ക്. സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ തന്റെ രാജ്യത്തിന്റെ മഹത്വവും ശക്തിയും നിന്റെ പ്രാർത്ഥനകളിൽ വെളിപ്പെടും. അത് നിന്റെ തലമുറകൾക്ക്, അത് നിന്റെ കുടുംബജീവിതത്തിന്, അത് നിന്റെ ശരീരത്തിന് ആമേൻ പൂർണ്ണ സൗഖ്യവും വിടുതലും തരുന്നതാണെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യണം.
ആത്മാവിൽ എൻ്റെ കൂടെ ആയിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർ ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ആ സ്ത്രീ അവിടെ പിണങ്ങിപ്പോയോ ബീനാറ്റി? നമ്മളാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളങ്ങനെ പോവും. നമ്മൾ പിന്നെ ആ ഏരിയ പോകത്തില്ല, അല്ലേ? അങ്ങനല്ലേ പല സഭകളും പിളർന്നത്, അല്ലേ? അങ്ങനല്ലേ പല ഗ്രൂപ്പുകളായത്? ഞാനേ ഈ ദൈവരാജ്യത്തിന്റെ ആത്മാവിനെ, ദൈവരാജ്യത്തിൽ ഇറങ്ങിയ ആത്മാവിനെ കുറിച്ച് പഠിച്ചപ്പോഴേ ഞാൻ പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ ആദിമ നൂറ്റാണ്ടിൽ ആ മർക്കൂസിന്റെ മാളിമുറിയിൽ ആത്മാവ് ഇറങ്ങി ദൈവരാജ്യം പണിതു, ദൈവരാജ്യം ആരംഭിച്ചു. കാരണം കർത്താവ് ഉയർത്തെഴുന്നേറ്റ് 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി. അവൻ അവിടെ മുഴുവൻ അവരെ അനേക ദൃഷ്ടാന്തങ്ങളാൽ തെളിയിച്ചത് ദൈവരാജ്യത്തെ കുറിച്ചാ. ദൈവരാജ്യത്തെ കുറിച്ച് സംസാരിച്ചു. ദൈവരാജ്യം എന്താ? ദൈവരാജ്യം എവിടാ? ദൈവരാജ്യം ആരാ? കണ്ടോ? ഇത് കർത്താവ് അവരെ 40 നാളോളം അനേക ദൃഷ്ടാന്തങ്ങളാൽ, 1-2 അപ്പോസ്തലപ്രവൃത്തി. നിങ്ങൾ അതിന് നമ്മൾ എങ്ങനെ, നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല, ആവർത്തിച്ച് പറയുന്നില്ല, എന്നോട് ക്ഷമിക്കണം. നമ്മൾ എന്തോ ചെന്നാലും ഏത് മരണക്കിടക്കയിലായാലും ചെന്ന് വായിക്കുന്ന സങ്കീർത്തനമേ ഉള്ളൂ. ഇതുവല്ലോ നമ്മൾ വായിക്കുന്നുണ്ടോ? മരണ ശ്വാസം വലിക്കുമ്പോഴും നമുക്ക് ആ സങ്കീർത്തനം അങ്ങോട്ട് അവിടെ ചെന്ന് യഹോവേ എന്നെ കാത്തു. എടാ എൻ്റെ പൊന്നു ദൈവമക്കളെ, നാം അവരല്ല, അത് ദാസന്മാരാ. നിങ്ങൾ ഗലാത്യ ലേഖനം മൊത്തം പഠിച്ചു നോക്കി, രണ്ടുകളുടെ കളിയാ. പിന്നെ ഈ ഗലാത്യ ലേഖനം മൊത്തം 6 അധ്യായം വരെ നിങ്ങൾ പഠിച്ച രണ്ടുകളുടെ കളിയാ. 1-ാം അധ്യായത്തിൽ നിങ്ങൾ കേൾക്കേ വേറൊരു സുവിശേഷവും സത്യസുവിശേഷവും, കേട്ടോ. ഇനി 2-ാം അധ്യായത്തിൽ തന്നെ 2 അപ്പന്മാരെ കാണാം. 1 പിതാവാം ദൈവം, 2 അബ്രഹാം ദൈവം, കണ്ടോ. 3-ാം അധ്യായത്തിലൂടെ എന്നേ 2 നിയമങ്ങളെ കാണാം. 1 സീനായി മല, 1 സ്വർഗീയ യെരൂശലേം, കണ്ടോ. 2 നഗരം, 2 സ്ത്രീകൾ, 2 മക്കള്, 1 ജഡിക സന്തതി, 1 ആത്മീയ സന്തതി, കണ്ടോ. വാഗ്ദത്താൽ ജനിച്ചത്. 2 പ്രമാണം കാണാം. 1 ന്യായപ്രമാണം, 1 സ്വർഗീയ സുവിശേഷം. അതിനെ യാക്കോബ് പറയുന്ന രാജകീയ പ്രമാണം എന്നാ ഈ സുവിശേഷത്തിന് പറയുന്ന പേര്, രാജകീയ പ്രമാണം. മറ്റേ ന്യായപ്രമാണം, ഇത് രാജകീയ ന്യായപ്രമാണം. ഹലോ, സ്തോത്രം പറഞ്ഞേ. അങ്ങനെ അങ്ങോട്ട് ചെന്ന് നോക്കുക. അവിടെ അത് ദാസൻ, ഇത് പുത്രൻ. മനസ്സിലായോ? പഴയ കാലക്കാര് ദാസൻ, ഇത് പുത്രൻ. പഴയത് കേട്ടോ, ശിശുപാലകൻ. ഇത് അകത്ത് വസിക്കുന്ന ജീവനുള്ള രാജകീയ പ്രമാണം. സന്തോഷമുള്ളവർക്കായി സ്തോത്രം. അത് പുറത്തായിരുന്നു അജനിച്ചായ, ഇത് അകത്ത് വാഴുന്നവൻ. പ്രൈസ് ദി ലോർഡ്. അതെ, അവര് വർഷങ്ങൾ ആലയത്തിൽ ചെല്ലണം. ഇപ്പോഴതല്ല, ഇത് കിടക്കുമ്പോഴും സന്തോഷം, ഉറങ്ങുമ്പോഴും സന്തോഷം. മരണക്കിടക്കയിലാണെങ്കിലും ജയത്തിന്റെ പാട്ട്. പാതാളമേ നിന്റെ ജയം എവിടെ? മരണമേ നിന്റെ വിഷമുള്ളവിടെ. ഉണ്ടോ? ഹലോ, മരണത്തിലും പാടുന്നു. പുതിയ നിയമ രാജ്യത്തിന്റെ പ്രത്യേകത കണ്ടോ? ഇവൻ മരണത്തിലും സന്തോഷമാണ്. ചില അപ്പച്ചന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ദൂതന്മാർ താണ്ട എന്റെ ചുറ്റും നിൽക്കുന്നു, എന്നെ കൊണ്ടുപോകാൻ ഞാൻ പോകുകയാണ് എന്ന് പറഞ്ഞു പോകുന്ന അനേകരുടെ ചരിത്രങ്ങൾ നമുക്കറിയാം. കാരണം എന്താണെന്നറിയോ? അവർ ഈ രാജ്യത്തിന്റെ ശക്തി അവർ അനുഭവിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു വരട്ടെ. ആ സ്ത്രീ യേശുവിനോട് പറഞ്ഞ കാര്യമാണ് എന്നെ അതിശയിപ്പിച്ചത്. യേശു പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കത്തില്ല. അന്നേരം ആ സ്ത്രീ തിരിച്ചു പറഞ്ഞ ഒരു കാര്യം കേട്ടോ, കർത്താവേ, മക്കളുടെ അപ്പം എനിക്ക് വേണ്ട. കാരണം ന്യായപ്രമാണം എന്ന് പറയുന്ന അപ്പം എനിക്ക് വേണ്ട. അതെന്നെ അടുപ്പിക്കുന്നതല്ല, അതെനിക്ക് മരണമാണ്, അതെനിക്ക് ശാപമാണ്, അതെന്നെ ഒരിക്കലും സൗഖ്യമാക്കുന്നില്ല. എന്നാൽ ആ മക്കളുടെ മേശയിൽ നിന്ന് വീഴുന്ന വേസ്റ്റ് അപ്പനുറുക്കുണ്ട്. ആ അപ്പനുറുക്ക എൻ്റെ പൊന്ന് ദൈവമക്കളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, അവന് വേസ്റ്റ് ആയിരുന്നു ഇവൻ. അവന് പോഷത്വമായിരുന്നു ഇത്. അതുകൊണ്ടാ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞേ, പ്രഭുക്കന്മാരറിഞ്ഞില്ല, അറിഞ്ഞിരുന്നെങ്കിൽ കർത്താവിനെ ക്രൂശിക്കത്തില്ലായിരുന്നു. അച്ഛാ, എബ്രാച്ചാനൊക്കെ മനസ്സിലാകുന്നുണ്ടോ? അജിൻചാന് മനസ്സിലാകുന്നുണ്ടോ? ഈ കർത്താവ് കേട്ടോ, അവന്റെ മേശയിലെ അപ്പമായിരുന്നു. ആയിരുന്നോ? അവൻ അതിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇവൻ ഒരിക്കലും ദാഹിക്കാത്ത വെള്ളം കൊടുക്കുന്നവനാണെന്നും
ഇവൻ ജീവന്റെ അപ്പമാണെന്നും അതല്ലേ യേശു പറഞ്ഞത്, എന്നെ തിന്നുന്നവൻ ഒരു നാളും മരിക്കത്തില്ല, ഇത് ജീവന്റെ അപ്പനുറുക്ക. പ്രൈസ് ഗോഡ്. ഇവനാണ് നുറുക്കപ്പെടുന്നവൻ. അവനാ വെളിപ്പാട് കിട്ടാതിരിക്കുമ്പോൾ ഒരു ജാതീയ സ്ത്രീയുടെ വെളിപ്പാട് കണ്ടോ? അല്ലെങ്കിൽ അവളുടെ വെളിപ്പാട് എവിടാ പോയെന്നറിയാമോ? കാൽവറി ക്രൂശിൽ ദൈവിക കോപാഗ്നിയിൽ വെന്തരിയപ്പെട്ട ജീവനുള്ള അപ്പത്തിന്റെ നുറുക്കിലാണ് അവളുടെ വെളിപ്പാട്. കാരണം സ്വന്തമായവർക്ക് അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അജച്ചായനെ സ്വന്തമായവരിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ അറിഞ്ഞില്ല. ഹല്ലേലൂയ. എന്നാൽ ജാതീയ സ്ത്രീ ആത്മീയ വെളിപ്പാട് പറയുക, അവന്റെ മേശന്ന് വീഴുന്ന അപ്പനുറുക്ക് അത് ഞാൻ കാണുന്നത് നിന്നില. നീയാണ് നുറുക്കപ്പെടാൻ വന്നവൻ, നീയാണ് ജീവന്റെ അപ്പം, നീയാണ്. പക്ഷെ അവന് സ്വന്തമായവർ, മക്കൾക്ക് അത് കണ്ടോ വേസ്റ്റ് ആയിരുന്നു. ഇന്ന് നാം പ്രാപിച്ച യേശു അവർക്ക് വേസ്റ്റായി. അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞോ? ആമേൻ. ഇന്നും അവർ അംഗീകരിക്കുന്നില്ല. ചിലരുടെയൊക്കെ ഹൃദയം തുറന്ന് ആമേൻ കർത്താവിനെ വിശ്വസിച്ചെങ്കിലും ഇസ്രായേൽ മക്കൾ ഇന്നും ഈ അപ്പനുറുക്കിനെ അവർക്ക് വേസ്റ്റാ, പോഷ്ക. ഹലോ, പക്ഷേ ആ സ്ത്രീ പറഞ്ഞു, ആ വേസ്റ്റ്, ആ അപ്പനുറുക്ക്, മേശമേൽ നിന്ന് വീഴുന്ന അപ്പനുറുക്ക്, അഥവാ കാൽവറി ക്രൂശിൽ തകർക്കപ്പെടുന്ന ആ അപ്പനുറുക്കിന്റെ അകത്തുണ്ട്, ആ അടിപ്പിണരിലുണ്ട് എൻ്റെ മോക്കുള്ള സൗഖ്യം. ഇന്ന് പകൽക്കാലം എത്ര പേർ ആഗ്രഹിക്കുന്നു എനിക്കറിയത്തില്ല. പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, ആമേൻ, നിങ്ങൾ നിങ്ങളുടെ ആമേൻ ഭൗതികമായ വിഷയങ്ങളെ വിട്ടിട്ട് കർത്താവിനെ കുറിച്ചുള്ള ആഴമായ വെളിപ്പാടിൽ നിങ്ങൾക്ക് വരാൻ കഴിഞ്ഞാൽ കേട്ടോ, ചില അവകാശത്തിന്മേൽ നിങ്ങളുടെ കാലുകൾ കുത്തും. ആമേൻ. ചില അവകാശങ്ങളുടെ മേൽ, അതിന് മക്കളുടേതാകട്ടെ കൊച്ചുമക്കളുടേതാകട്ടെ, ആമേൻ, സ്വന്തമായ ഭവനങ്ങളുടെ കാര്യങ്ങളെ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, ആ അപ്പനുറുക്കിന്റെ അകത്ത് നിന്റെ സൗഖ്യമുണ്ട്, ആ അപ്പനുറുക്കിന്റെ അകത്ത് നിന്റെ മക്കളുടെ വിടുതലുണ്ട്. അതാണ് ദൈവരാജ്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ദൈവരാജ്യം ഭക്ഷണമല്ല കുഞ്ഞെ, പാനീയമല്ല കുഞ്ഞെ, ഇത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ഈ സന്തോഷത്തിന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? വീടിന് വേണ്ടി അല്ല, ആമേൻ, പ്രൈസ് ദി ലോർഡ്, വീടിന് വേണ്ടി അല്ല, ആമേൻ, ഇന്ന് നടക്കുന്ന അകന്നു പോയതോ പ്രശ്നങ്ങളാൽ വലയുന്നതോ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, അറിവില്ലാതെ പോകുന്ന, ആമേൻ, മന്ദബുദ്ധികളെ പോലെ ആകുന്നതോ, ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. ഇന്ന് നമ്മുടെ ആത്മീയ മനുഷ്യന്റെ അകത്ത് കേട്ടോ, നമ്മുടെ ഈ മന്ദിരം, ഈ ശരീരമാകുന്ന മന്ദിരത്തിനകത്ത് പരിശുദ്ധാത്മാവ് ശക്തിയോടെ വസിക്കേണ്ടതിന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? എത്ര പേര് ആ സന്തോഷത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു? ശരീരം ക്ലേശമായിരിക്കാം, സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ശ്വസിച്ച വായുവിന് നന്ദി പറഞ്ഞവർ എത്ര പേരുണ്ട്? ഇന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റപ്പോൾ വെള്ളം കുടിച്ചവർ എത്ര പേരുണ്ട്? ഇതൊക്കെയും നാം ജനിക്കുന്നതിന് മുമ്പേ നമുക്ക് കരുതിയ ദൈവത്തിനായി ഒന്ന് നന്ദി പറഞ്ഞേ. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ തിരിച്ചറിയാൻ, അവള് പറഞ്ഞു ആ വേസ്റ്റ്, അപ്പൊ അവളുടെ ആ വെളിപ്പാടൊന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, അവൾ എവിടം വരെ പോയെന്നുള്ളത്. ആമേൻ. യഹൂദൻ തള്ളിക്കളഞ്ഞതാണ് നായ്ക്കുട്ടികളായ നമുക്ക് ഉപകാരമായി മാറിയത്. യഹൂദന് സൗഖ്യം അവനിലൂടെ പ്രാപിക്കാൻ കഴിയാതിരുന്നപ്പോൾ കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ച് ഇനി കേക്ക്, ഹല്ലേലൂയ, ആ യഹൂദന് പ്രാപിക്കാൻ കഴിയാതിരുന്നത് പ്രാപിച്ച ദൈവമക്കളൊന്ന് സ്തോത്രം ചെയ്തേ, ഹല്ലേലൂയ. അതുകൊണ്ടാ യേശു പറഞ്ഞത്, നിങ്ങൾ ഈ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളതാ കുഞ്ഞുങ്ങളെ. ഇത് കാണാൻ എത്ര പേര് ആഗ്രഹിച്ചെന്നറിയാമോ? ഇത് കാണാൻ ഏറിയ പ്രവാചകന്മാർ, എത്ര പേര്
ആമേൻ. എത്ര നീതിമാന്മാർ, എത്ര പുരോഹിതന്മാർ, എത്ര പിതാക്കന്മാർ ആഗ്രഹിച്ചു, പക്ഷെ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. ആമേൻ. ലിസിമമേ, നമ്മുടെ ഉള്ളിൽ വസിക്കാൻ കൃപ കാണിച്ച ആ കർത്താവിന്റെ കൃപയൊന്ന് ഓർത്തേ. ആയിരം പാപങ്ങൾക്കും അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ, കേട്ടോ, ഒരവകാശമില്ലായിരുന്ന നമ്മെ, സ്തോത്രം, ഒന്ന് കയറി ചെല്ലാൻ പറ്റുമായിരുന്നോ നമുക്ക്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമേ എന്ന് വിളിക്കാനുള്ള ആമേൻ അവകാശം ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷേ ഹല്ലേലൂയ, വഴിത്തലയ്ക്കൽ കിടന്ന എനിക്കും നിനക്കും, കേട്ടോ, കർത്താവ് പറഞ്ഞു കേട്ടോ, ആ യഹൂദനെ നോക്കിച്ച്, ആ സ്വന്തമായ മക്കളോട് നോക്കിച്ച് പറയുക, നീയൊന്നും ഈ രാജ്യത്ത് കടക്കത്തില്ല, എന്നാൽ വ്യഭിചാരികളും പാപികളുമായ ചിലർ ഇതിന്റെ അകത്ത് കടക്കും. പ്രൈസലോ, അബ്രഹാമിന്റെ ആ നാളിനെ കാണും. ഒന്നോർത്ത് നോക്കിയേ. സന്തോഷമുള്ളവരൊന്ന് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. നമ്മൾ ഇനി, കേട്ടോ, നമ്മൾ ഇന്നായിരിക്കുന്ന ഭാഗ്യത്തെ ഒന്ന് ഓർത്ത് കർത്താവിനെ ഈ പ്രഭാതത്തിൽ ഒന്ന് ആരാധിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവൻ എന്റെ രക്ഷകൻ, അവൻ എനിക്കുള്ളോൻ, ബലമുള്ള ഗോപുരം, ആപത്തിൽ സങ്കേതം, അവന്റെ ചാരെ ഓടി അണഞ്ഞവർക്ക് ആശ്വാസം അനുദിനമെന്ന് പറയുമ്പോൾ നാം ഇന്നും കേട്ടോ, അപേക്ഷിക്കുന്നവരായിട്ടല്ല, ആമേൻ, നാം പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ചുറ്റുപാടുകളുള്ള ആമേൻ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വിടുതല്, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന്റെ വിടുതല്, അല്ലെങ്കിൽ എൻ്റെ ഭവനത്തിന്റെ പണി, അല്ലെങ്കിൽ എനിക്ക് ലഭിക്കാൻ പോകുന്ന ആമേൻ സ്ഥലത്തിന്റെ അതിരുകളെ ആമേൻ നിയമിക്കുന്നത്, ഇതൊന്നുമല്ല നമ്മുടെ ഇത്. കാരണം നാം ക്രിസ്തുവിന്റെ ഭവനക്കാരാകയാൽ, രാജ്യത്തിന്റെ മക്കളാകയാൽ നാം എന്ത് ചെയ്യണം എന്നറിയാമോ? അറുക്കേണ്ടതിനെ അറുക്കണം. ആമേൻ. നാം, പ്രൈസ് ദി ലോർഡ്, അവര് ജാതികളോട് സഹകരിക്കത്തില്ല, പക്ഷെ നമുക്ക് ലോകക്കാരോട് സഹകരിച്ചേ പറ്റത്തുള്ളൂ. സ്തോത്രം. അവർക്ക് അടിക്ക് പകരം അടി കൊടുത്തേ പറ്റൂ. നമുക്ക് അടിക്ക് പകരം ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്തോത്രം പറയാനേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമ്മൾ ക്ഷമിക്കപ്പെടുമ്പോൾ, കണ്ടോ, ആമേൻ, സ്വർഗത്തിൽ ക്ഷമിക്കപ്പെടുന്നു. നമ്മൾ ആമേൻ സ്നേഹിക്കപ്പെടുമ്പോൾ അവൻ നമ്മളെ സ്നേഹിക്കപ്പെടുന്നു. നമ്മൾ ദയ കാണിക്കുമ്പോൾ, അതുകൊണ്ടാ ദൈവരാജ്യത്തെ കുറിച്ചാണ് കർത്താവ് എന്ത് ചെയ്തത്? ആ രാജ്യത്തിൽ ജീവിക്കുന്നവരുടെ ആമേൻ ലോയാണ് ഗിരിപ്രഭാഷണം ഒക്കെ നമ്മൾ വായിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം, നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം, നിങ്ങൾ ആമേൻ, പ്രൈസ് ദി ലോർഡ്, പരീശനും ഭാവിയും കൂടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾ കണ്ടോ? പ്രൈസ് ദി ലോർഡ്, രണ്ടിന്റെ ആ അവസ്ഥ നിങ്ങളൊന്ന് കണ്ടോ? ആമേൻ. രാജ്യത്തിൽ കയറിയവൻ പറയുക, എനിക്കിവിടെ നിൽക്കാൻ പോലും യോഗ്യതയില്ല, എങ്കിലും കർത്താവേ, കണ്ടോ, സ്തോത്രം, മറ്റാരുമായിട്ട് തത്തുല്യപ്പെടുത്താൻ അവനില്ല. അവന്റെ പാപത്തെ കുറിച്ചുള്ള, ഇന്ന് രാത്രി ആരെയും തത്തുല്യപ്പെടുത്തി നീ നീതിമാനാന്ന് പ്രഖ്യാപിക്കുകയല്ല. ആമേൻ. നീതിയെ അന്വേഷിക്ക്. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു ഗിരിപ്രഭാഷണത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു വാക്കാണ്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. ഇതിൻ്റെ അകത്തൊരു നീതിയുണ്ട്. ആമേൻ. നീതിയുണ്ട്, അത് അന്വേഷിക്കണം. എന്താണ് ആ നീതി? എങ്ങനെയാണ് ഞാൻ ഇടപെടേണ്ടത്? എങ്ങനെയാണ് ഞാൻ സംസാരിക്കേണ്ടത്? ആമേൻ. കാരണം എന്നാ, പലപ്പോഴും ആമേൻ നാം ആത്മീയ മനുഷ്യനാൽ നേരിടേണ്ട കാര്യം, ആമേൻ, അല്ലെങ്കിൽ ശൈലാൻഡി എങ്ങനെയാ നേരിടുന്നേ? ആമേൻ, ബുദ്ധിയുടെ മനുഷ്യനെ കൊണ്ടാ നേരിടുന്നത്. ബുദ്ധിയുടെ മനുഷ്യൻ രോഗം വരുമ്പം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, തകർന്നു പോയ 10 പേരുടെ കാര്യം ബുദ്ധി കൊണ്ടുവരും. എന്നാൽ ആത്മാവിലാണെങ്കിൽ ഒറ്റ പ്രാവശ്യം ഒന്ന് ചിന്തിച്ചാൽ മതി. ആത്മാവിൽ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവൻ എന്തേ ചിന്തിക്കത്തുള്ളൂ? അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം, അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം. കാരണം ഞാൻ ക്രിസ്തുവിന്റെ ഭവനമാണ്, രാജ്യമാണ്. അന്നേരം ആ യേശു പറഞ്ഞത് കേട്ടോ, ഇസ്രായേലിൽ പോലും ഇത്രയും ഒരു വെളിപ്പാടില്ലെന്ന്. കണ്ടോ? ഹലോ, വലിയ ജ്ഞാനികളെന്ന് പറഞ്ഞിട്ടേ, എബ്രാച്ച, അവർ ജ്ഞാനികളെന്ന് പറഞ്ഞിട്ടേ ഞങ്ങളങ്ങ് ദൈവത്തിന്റെ ആരാ? സ്വന്തക്കാരെന്ന് പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരന്മാർക്ക് ഈ വെളിപ്പാട് കിട്ടിയില്ല. ഒരു രാജഭൃത്യൻ അഥവാ ശതാധിപൻ വന്ന് പറയുന്ന വെളിപ്പാട് കണ്ട് യേശു പറഞ്ഞു. യേശു ആശ്ചര്യപ്പെട്ട 2 കാര്യത്തിലാ. ഒന്ന്,
അവരുടെ അവിശ്വാസം കണ്ട് ആശ്ചര്യപ്പെട്ടു. 2, ആമേൻ, ശതാധിപന്റെ വിശ്വാസം കണ്ട് വെളിപ്പാട് കേട്ട് ആശ്ചര്യപ്പെട്ടു. ശതാധിപന്റെ വെളിപ്പാട് കണ്ടോ? ഞാനും ഒരു അധികാരത്തിന്റെ കീഴിലുള്ളതാ കർത്താവേ. ഞാനും ഒരു അധികാരിയാണ്, ഞാനൊരു അധികാരത്തിന്റെ കീഴിലുള്ളവനാണ്, എനിക്ക് കീഴിലുള്ളവരെ ഞാൻ അറിയുന്നു. 3 തലമാവും പറഞ്ഞത്. 1, ഞാനൊരു അധികാരത്തിന്റെ കീഴിലുള്ളതാണ്. 2, ഞാനൊരു അധികാരിയാണ്. 3, എന്റെ കീഴിലുള്ളവർ ആരാന്ന് ഞാൻ അറിയുന്നു. എന്നിട്ട് പറയുക, ഒരു സാധാരണ എൻ്റെ ഒരു കാവൽക്കാരനെ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കീഴിലുള്ള 100 പേരിൽ ഒരുവനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു, പോകാൻ പറഞ്ഞാൽ പോകുന്നു. എന്നിട്ട് പറയാ, എൻ്റെ സാധാരണ ഈ ലോകത്തിന്റെ അധികാരം എനിക്ക് തന്നിരിക്കുന്ന ആ പവറിൽ ഞാൻ വരിക എന്ന് പറഞ്ഞാൽ ഒരുവൻ വരുന്നു. അതിനുവേണ്ടി ഞാൻ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുമെന്നല്ല. എൻ്റെ സ്റ്റാർ ഒന്നും കാണിക്കണ്ട, എടുത്ത് കാണിക്കണ്ട. എടാ ഇവിടെ വാന്ന് പറഞ്ഞാൽ, മത്തായിച്ച ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ വരുന്നു, പോകാൻ പറഞ്ഞാൽ പോകുന്നു, അത് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യുന്നു. അവൻ എൻ്റെ വാക്കുകൾക്ക് ഇത്രയും അധികാരമുണ്ടെങ്കിൽ, ഹലോ ആമേൻ, ദൈവ രാജ്യത്തിന്റെ നായകനായ സൃഷ്ടാവായ കർത്താവേ, ആമേൻ, നീ എൻ്റെ പുരയ്ക്കകത്തൊന്നും വരണ്ട. നീ ഒരു ജസ്റ്റ്, കേട്ടോ, ജസ്റ്റ് ആമേൻ, ജസ്റ്റ് ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ ഭൃത്യന് സൗഖ്യമാകും. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമം ഇന്ന് പകൽക്കാലം ചിലരെ സൗഖ്യമാക്കുമെന്ന് ആത്മീയ മനുഷ്യനിൽ ചിന്തിക്കുന്നവർ എത്ര പേരുണ്ട്? നിന്റെ തലമുറകൾക്ക് വിടുതൽ ഉണ്ടാകുമെന്ന് എത്ര പേർ ചിന്തിക്കുന്നു? ഇന്ന് പകൽക്കാലം തലമുറകളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട്? സ്തോത്രം, ഹല്ലേലൂയ. തലമുറകള്, ആമേൻ, കുടുംബ ജീവിതത്തില്, ആമേൻ, ഭൗതികമായ കാര്യങ്ങൾ വിട്ട് ആത്മീയ വിടുതൽ വേണ്ടവർ എത്ര പേരുണ്ട്? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആത്മീയ വിടുതൽ വേണം. നിങ്ങൾ എത്ര പേര് ആഗ്രഹിക്കുന്നു, കർത്താവേ എനിക്ക്, ആമേൻ, ദൈവത്തോട് സംസാരിക്കാനുള്ള അവസരം തരണം? അത് ആ രാജ്യത്തിന്റെ പ്രത്യേകത, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നതിന് മുമ്പേ കർത്താവ് അറിയുന്നു. പിന്നെന്തോ പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് ദൈവരാജ്യത്തിന്റെ പ്രാർത്ഥനയാണ്. സ്വർഗസ്നായ എന്റെ പിതാവേ എന്നുള്ളതല്ല, അത് യഹൂദന് കൊടുത്ത പ്രാർത്ഥനയാ, അവരോടാ പറഞ്ഞേ. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ, പരിശുദ്ധാത്മാവ് നമുക്ക് തന്ന പ്രാർത്ഥന എന്തുവാ? ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് നിങ്ങളുടെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് അറിയേണ്ടതിന്. കണ്ടോ? ഹലോ, ഇങ്ങനെ വല്ലതും വായിച്ചിട്ടുണ്ടോ? ആ പ്രാർത്ഥന വായിക്കാറുണ്ടോ? രണ്ടാമത്തെ പ്രാർത്ഥന. ഒന്നാമത്തെ പ്രാർത്ഥന എഫേസ്യ ലേഖനം 1-ാം അധ്യായം 15 മുതൽ 21 വരെ അങ്ങോട്ട് വായിക്കണം. ഒന്നാമത്തെ പ്രാർത്ഥന. രണ്ടാമത്തെ പ്രാർത്ഥന 3:16 മുതൽ വായിക്കണം. ആ പ്രാർത്ഥന നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിച്ച് നമ്മുടെ ഹൃദയദൃഷ്ടി അങ്ങോട്ട് പ്രകാശിച്ച്, ഹലോ, ഞാൻ ആരാണ്, ഞാൻ എന്താണ്, പ്രൈസ് ദി ലോർഡ്, ശക്തമായി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി. ആമേൻ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കേട്ടോ, കർത്താവിന്റെ രാജ്യത്തിൽ പ്രവേശിക്കപ്പെട്ടവരാണ് നമ്മൾ. ആ രാജ്യം ബലഹീനമല്ല, ആ രാജ്യം ഭൗതികമല്ല, ആ രാജ്യം ആമേൻ ആളുകളുടെ ബലത്തിലല്ല, ആത്മബലത്തിലാണ്. ആ രാജ്യം ആമേൻ പ്രാർത്ഥനക്കാരുടേതാണ്. ആ രാജ്യം വിശ്വാസത്താൽ യാത്ര ചെയ്യുന്നവരുടേതാണ്. ആ രാജ്യത്തിന്റെ നായകൻ, പ്രൈസ് ദി ലോർഡ്, കർത്താവ. ഒരു വാക്യം കൂടെ വായിക്കാം, ഒരു വാക്യം കൂടെ ആമേൻ വായിച്ച് ഞാനിവിടെ ആമേൻ വിരാമം കുറിക്കുക. നിങ്ങളെ വിളിച്ചപ്പോൾ, കേട്ടോ, നിങ്ങളെ വിളിച്ചപ്പോൾ, എഫെസ്യ ലേഖനം 4:4 മുതലാ കേട്ടോ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്നാമത്തേത് ശരീരം 1, 2 ആത്മാവ് 1, 3 കർത്താവ് ഒരുവൻ, 4 വിശ്വാസം 1, 5 സ്നാനം 1, 6 എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടെ വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവൻ എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. കണ്ടോ, ഇത്ര വലിയൊരു ആമേൻ സ്ഥാനത്ത് നമ്മളെ കൊണ്ടുവന്നിട്ടും ഇപ്പോഴും നമ്മൾ ഏതാണ്ടൊക്കെ അയ്യോ ഏതോ ഒരു ജാതികളെ പോലെ ആമേൻ എന്താ പറയാ, ചിലരൊക്കെ നേർച്ചയെടുക്കും. ഞാൻ സ്നാനപ്പെടുകയാണെങ്കിൽ യോർദാനിൽ ചെന്ന് എന്ത് ചെയ്യത്തുള്ളൂ?
സ്തോത്രം. കർത്താവ് എനിക്ക് അങ്ങനെ തന്നാൽ ഇങ്ങനെ ഞാൻ ചെയ്യാം. കർത്താവ് എനിക്ക് ഇന്ന ദിവസം ഇന്നത് തന്നാൽ ഞാൻ ഇന്നതുപോലെ കൊടുത്തോളാം. എന്റെ പൊന്നുമോനെ, നിന്റേതൊന്നും എന്റെ തമ്പുരാന് വേണ്ട. സ്തോത്രം. അതുകൊണ്ട് നല്ല വെളിപ്പാടുകളിൽ ആ രാജ്യത്തിൽ പ്രവേശിച്ച സന്തോഷത്തോടുകൂടെ നീ ഇരുന്നേ. എന്നിട്ട് ആ രാജ്യത്തെ കുറിച്ചൊന്ന് പഠിക്ക്, വേദപുസ്തകത്തിന്റെ. എന്നിട്ട് ചിലർക്ക് യെശയ്യാവിന്റെ 40 മുതൽ 66 വരെയുള്ള അധ്യായം എന്നാ ഇഷ്ടമാണെന്നറിയാം, കാണാതെ പഠിച്ചിരിക്കുക. കാരണം എന്നാന്നറിയാം, ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശ്രദ്ധിക്കൂ, അപ്പോസ്തലന്മാർ അവർ കണ്ടെത്തിയത് എന്നെ സഹായിക്കുന്ന ദൈവത്തെ അല്ല, മറിച്ച് എന്നിൽ ജീവിക്കുന്ന ക്രിസ്തുവിനെയാണ് അവർ കണ്ടെത്തിയത്. അവരുടെ പ്രസംഗം മുഴുവനും ജീവിക്കുന്ന ക്രിസ്തുവായിരുന്നു. അവരുടെ പ്രസംഗം മുഴുവനും ആമേൻ സകലത്തെയും തകർത്ത യേശുവിനെ ആയിരുന്നു. അവരുടെ ഓരോ മെസ്സേജുകൾ നിങ്ങൾ എടുത്തു നോക്ക്. ആമേൻ. അവരാരും അബ്രഹാമിനെയും ദാവീദിനെ അല്ല ഉയർത്തിയത് കേട്ടോ. ലേഖനങ്ങളൊക്കെ എഴുതിയപ്പോൾ ചില കാര്യങ്ങൾ തെളിയിക്കാൻ വേണ്ടി ആ റൂട്ടിലൂടെ അവർ സഞ്ചരിച്ചതല്ലാതെ അവരാരും പറഞ്ഞില്ല അബ്രഹാമിനെ അനുഗമിപ്പീൻ, ദാവീദിനെ അനുഗമിപ്പീൻ, അല്ലോ ഇങ്ങനെ പ്രവർത്തിച്ചോലെ ഇവിടെയും പ്രവർത്തിക്കുമെന്ന് അവരാരും പ്രസംഗിച്ചില്ല. എല്ലാവരും ക്രിസ്തു തന്നെ ദൈവപുത്രൻ എന്ന് തെളിയിച്ചു, യേശു തന്നെ കർത്താവ് എന്ന് തെളിയിച്ചു. നമ്മുടെ കണ്ണുകളെ ദൈവത്തിന് നമുക്കൊന്ന് അടയ്ക്കാം. ആമേൻ. ഇന്ന് ഈ സുറൂഫിക്ക് ജാതിയിലുള്ള സ്ത്രീയുടെ വെളിപ്പാടുകളിൽ വരുന്നവർ എത്ര പേരുണ്ട്? അവൻ തള്ളിക്കളഞ്ഞ ആമേൻ വേസ്റ്റ് ആയിരുന്നു കേട്ടോ, നമുക്ക് കർത്താവായി മാറിയവൻ. നമ്മുടെ സന്തോഷത്തിന്, നമ്മുടെ അവകാശമായി, നമ്മുടെ കർത്താവായി, നമ്മുടെ ഗുരുവായി, നമ്മുടെ നായകനായി നമുക്ക് ലഭിക്കപ്പെട്ട ആ കർത്താവിന്റെ ആ സന്നിധിയിലോട്ട് ഒന്ന് വന്ന് കണ്ണുനീരോടൊന്ന് പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. മേരിക്കുട്ടി ആന്റി ശക്തമായി ഒന്ന് പ്രാർത്ഥിച്ച് ആത്മാവിലൊന്ന് പ്രാർത്ഥിക്ക്. നമ്മുടെ തലമുറകൾക്ക് ഈ കർത്താവിനെ നൽകണം, ആ സ്നേഹം നൽകണം, ആ വെളിപ്പാടിലേക്ക് നമുക്ക് വരാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഞാൻ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാൻ പോകുക. പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി പറഞ്ഞു, ആമേൻ, ഹല്ലേലൂയ, ആത്മീയമായൊരു മുന്നേറ്റം നമുക്കുണ്ടാകണം. ആമേൻ. കർത്താവ് അവരുടെ മേശന്ന് വീണ അപ്പം നുറുക്ക മിനി മാത്യു ആന്റി നമുക്ക് കിട്ടിയ ഈ സമ്പൂർണ്ണ മഹത്വത്തോടും തേജസ്സോടും കൂടെ വന്നവൻ, ദൈവത്തിന്റെ സർവ്വ സമ്പൂർണതയും അവനിലല്ലോ വസിക്കുന്നത്. ആ കർത്താവ് എന്ന് പറയുന്നത് സാധാരണക്കാരനല്ല കേട്ടോ. ഈ ലോകത്തെ മുഴുവനും അവന്റെ മുൻപിൽ മുട്ടുമടക്കാത്ത ഒരു നാമവും ഇല്ല. അവന്റെ മുൻപിൽ ഹല്ലേലൂയ അടിയറ വയ്ക്കാത്ത ഒരു അധികാരങ്ങളും ഇല്ല. ആമേൻ. ലോകത്തിൽ എന്തെല്ലാം വാഴ്ചകൾ ഉണ്ടായിരുന്നു, അധികാരങ്ങൾ ഉണ്ടായിരുന്നു, ന്യായപ്രമാണം, അതിന്റെ ശക്തി, അതിന്റെ വിധി, അതിന്റെ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമാ. നിനക്ക് ഒരിക്കലും ഒരു ദൈവത്തിൽ ഒരു അവകാശമില്ല എന്ന് പ്രഖ്യാപിച്ചവനെ എല്ലാം തകർത്ത് കളഞ്ഞിട്ട്, പ്രൈസ് ദി ലോർഡ്, ഈ അപ്പം നുറുക്കിനെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ നമുക്ക് കർത്താവേ എന്ന് വിളിക്കാനുള്ള കൃപ ലഭിച്ചത് ഓർത്തൊന്ന് സ്തോത്രം ചെയ്തേ. സ്തോത്രം. പരിശുദ്ധാത്മാവ് എത്ര പേരോട് ഇന്ന് പകൽക്കാലം ഈ ആഴമായ വെളിപ്പാടിലേക്ക്, ഇനി ഇതിന്റെ അടുത്ത ഭാഗങ്ങളുണ്ട്, കർത്താവ് അനുവദിച്ച പിന്നീട് എപ്പോഴേലും ഇതുപോലെ അവസരങ്ങൾ വരുമ്പോൾ ഇതിനെക്കുറിച്ച്, ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിപ്പീൻ. ദൈവരാജ്യത്തിന്റെ അകത്ത് പ്രവേശിക്കപ്പെട്ട കൊലോസ്യ ലേഖനം പറയുക, അന്ധകാരത്തിന്റെ അധികാരത്തിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച്, കണ്ടോ, ഇരുട്ടിന്റെ അധികാരത്തിൽ നിങ്ങളെ വിടുവിച്ച് ദൈവരാജ്യത്തിലാക്കിയിരിക്കുന്നു. കണ്ടോ, ആ മഹത്വകരമേറിയ അവകാശം വിട്ടേച്ച് പിന്നെയും നമ്മൾ പഴയതിന്റെ പുറകെ. ഇതുകൊണ്ടാ ഗലാത്യ ലേഖനത്തിൽ പൗലോസപ്പോസ്തലൻ പറഞ്ഞ്, പിന്നെയും നിങ്ങൾ ആ അടിമനുകത്തി പോകരുതേ, അത് ശിശുപാലകനാണേ, അത് നിന്നെ നീതീകരിക്കുന്നില്ല, അത് നിനക്ക് ഒരു ശുശ്രൂഷയും തരുന്നില്ല, അത് നിനക്ക്, കാരണം അത് ആ ശുശ്രൂഷ മുഴുവൻ ലേവ്യനുള്ളതാ. നമുക്കത് ശുശ്രൂഷിക്കാൻ ഒരു അവകാശമില്ല. ഇന്ന് കയറി വരുന്ന ബീനാൻറ്റി ആയാലും ഗാമിൻ എബ്രാച്ചാനായാലും അജൻചാനായാലും സ്തോത്രം ചെയ്ത ശുശ്രൂഷ നടക്കുക. ഒരു കുഞ്ഞെഴുന്നേറ്റ് അതുകൊണ്ടാ പറയുന്നത്, വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങൾ ശിശുക്കളുടെ വായിൽ അവൻ ബലവും നിയമവും, കണ്ടോ, ശക്തിയും നിയമിച്ചിരിക്കുക. എന്തിനെ? ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുന്ന ബലം ഏതൊരു വ്യക്തി, ലേവ്യനെന്നില്ല, യഹൂദനെന്നില്ല, യവനെന്നില്ല, ദാസനെന്നില്ല, ബർബരെന്നില്ല, ജ്ഞാനി എന്നില്ല, അജ്ഞാനി എന്നില്ല. ആമേൻ. യേശുവിൽ വിശ്വസിക്കുന്നവന്റെ അവന്റെ അടയാളം, അവൻ ദൈവരാജ്യത്തെ പ്രസംഗിക്കുന്നു. അവൻ എന്ത് ചെയ്യുന്നു? കർത്താവിനെ ഉയർത്തുന്നു. സ്തോത്രം. അവൻ
കാരാഗ്രഹത്തെ ഭയപ്പെടുന്നില്ല. ഇരുട്ടറകളിൽ കടന്നപ്പോഴും കേട്ടോ, ശരീരം മുഴുവനും മുറിക്കപ്പെട്ട് ഹല്ലേലൂയ രക്തം പൊടിയുന്ന വേദന, നീറ്റലൊക്കെ അനുഭവിക്കുമ്പോഴും അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ അവർക്ക് പ്രേരിതമായത് ഈ ദൈവരാജ്യത്തിന്റെ ശക്തിയായിരുന്നു. ആയിരുന്നോ? സ്തോത്രം. അവകാശിയെ നീ സകലത്തിലും യജമാനന്. നീ കാലുകുത്തുന്നിടം അനുഗ്രഹിക്കപ്പെടും. നീ സംസാരിക്കുന്നിടത്ത് ആത്മാവ് വ്യാപരിക്കപ്പെടും. നീ ഒരു ഭവനത്തിൽ ചെന്ന് അവർക്ക് അനുഗ്രഹമാ. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? നീ ഒരുവനോട് സംസാരിക്കുമ്പോൾ അവർ കൃപ പ്രാപിക്കണം. കാരണം നീ ദൈവരാജ്യം നിന്റെ ഉള്ളിൽ തന്നിരിക്കുക. ഇത് ദൈവത്തിന്റെ മന്ദിരമാ. വിശ്വസിക്കുന്നവർ കർത്താവിന് സ്തോത്രം ചെയ്തേ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളുടെ വചനം കേട്ടവരുടെ മേൽ ഈ ദിവസങ്ങൾ ആഴമേറിയ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടട്ടെ. ദൈവരാജ്യത്തിന്റെ മഹത്വം എന്താ, അതിന്റെ രീതി എന്താ, അതിന്റെ പ്രവൃത്തി എന്താ, അതിലാരാണ് ഞാൻ എന്ന് മനസ്സിലാക്കി ഈ ദിവസങ്ങൾ മുന്നേറുവാൻ, ആ ദൈവരാജ്യത്തിന്റെ സാക്ഷ്യം ഉയർത്തുവാൻ കർത്താവ് കൃപ കൊടുക്കണമേ. പ്രത്യേകിച്ച് കർത്താവേ, ഇന്ന് പകലിൽ ഞങ്ങൾ ഒരുമിച്ച് ജീവനുള്ള കല്ലായ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് ജീവൻ പ്രാപിച്ച കല്ലുകളാകുന്ന ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾക്ക് ചില വിടുതൽ ആവശ്യമാണ്. ഇന്ന് പകൽക്കാലം ഭൗതിക ശരീരത്തോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ എന്തെല്ലാം അത് സ്വർഗം അറിയുന്നു. ഇപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ്, ഞങ്ങളുടെ തലമുറകളുടെ ഹൃദയദൃഷ്ടികൾ തുറക്കപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ പല വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ഇനി ഞങ്ങൾ പരാജയപ്പെട്ടവരല്ല. ആ വിഷയങ്ങൾക്ക് മാസങ്ങളും വർഷങ്ങളും ആഴ്ചകളുടെയും നീളമുണ്ട്, ദൈർഘ്യമുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ ചില വിടുതലുകൾ കർത്താവായ യേശുവിന്റെ നാമത്തിലുള്ളതാകിയ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. പ്രത്യേകിച്ച് നന്ദി അർപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ തിരുവചനങ്ങളെ ഗ്രഹിപ്പീൻ. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.